അവകാശപ്പെടുന്ന ഒറിജിനൽ തേനിന്റെ ആളുകൾ ഇതിന്റെ 5 തട്ടിലാണ്. ഒന്ന്, ജിന്നുകളുണ്ട്, ഉണ്ട്. ജിന്ന് ശരീരത്തിൽ കേറും, സിഗരേൽക്കോ ഏൽക്കും, കണ്ണേൽക്കോ ഏൽക്കും. പിന്നെയോ റസൂൽ സിഗരറ്റോ ഏറ്റു. ഇവിടെ അഭിപ്രായത്തില്ല. പക്ഷെ തിരിച്ചറിയാൻ പറ്റൂല. അവിടെ കേരളത്തിൽ ജമിയത്തുൽ ഉലമ, ഇതൊരു ജമിയത്തുൽ ഉലമ ഒരു ജമിയത്തല്ലെന്ന്. ഇന്നതൊരു നസാറ, സിംഗിൾ പേഴ്സൺ. അത് ജമയല്ല. ജമാ ഉണ്ട്. എങ്ങനെ? കുറെ റബ്ബർ സ്റ്റാമ്പ് പോലുള്ള ആളുകൾ ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിടും. ഇങ്ങനത്തെ ഒരു ജമിയത്തുൽ ഉലമയും അതിന്റെ മുമ്പിൽ നിൽക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിയുടെ തലയും ആ വ്യക്തിയുടെ നാവും മാത്രമാണ് ഇന്ന് ജമിയത്തുൽ ഉലമ. എല്ലാവർക്കും നിശ്ചയം ആ തെളിവുകൾ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയാണ് ഇന്ന് ജമിയത്തുൽ ഉലമയുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ വ്യക്തിയുടെ സ്പീക്കറായിട്ടുള്ള വേറൊരു വ്യക്തി എഴുതിയ നോട്ടാണ് ജമിയത്തുൽ ഉലമയുടെ ബുക്കായിട്ട് അടിച്ച് പുറത്തു വന്നത്. തെളിവ് മുന്നിൽ കാണിച്ചു തരാം. ഈ വ്യക്തി വായിച്ചു കേൾപ്പിക്കുന്നത് കളിച്ചാൽ പുസ്തകം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോ ഈ ജമിയത്തുൽ ഉലമയുടെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് ജമിയത്തുൽ ഉലമ എന്ന് പറയാം. ഒന്ന്, അതേ സമയത്ത് ഇതിന്റെ പോഷക ഘടകമായ ISMന്റെയും MSMന്റെയും അതുപോലെ ഉള്ള ആ നിലവാരത്തിലുള്ള യുവവിഭാഗങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഏറെക്കുറെ നല്ല രീതിയിൽ മനസ്സിലാക്കിയവരും അംഗീകരിച്ചവരും സ്വയം ജീവിതത്തിൽ അവരത് പ്രകടമാക്കുന്നവരും ആണ്. അതോടൊപ്പം എനിക്ക് അവരുടെ ഏറ്റവും വലിയ വിയോജിപ്പതാണ് സ്വന്തം നേതാക്കന്മാരെ, സ്വന്തം താങ്ങി പിടിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാർ ഈ രീതിയിലുള്ള കള്ള കുഫ്ർ വരെ ചെയ്തിട്ട് ചോദിക്കാൻ ധൈര്യം കാണിക്കാത്തത്, നെട്ടല്ലി കാണിക്കാത്തതാണ് എനിക്ക് അവരുടെ വിയോജിപ്പ്. ഞാൻ അവർ പണ്ട് മുതലേക്കുള്ള വിയോജിപ്പ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ, നല്ല ആത്മബന്ധമുണ്ട്, നല്ല ബന്ധം അവരായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിയോജിപ്പ് എനിക്ക് അവരോടുണ്ട്. എന്തുകൊണ്ട്? പിന്നെന്തിനാണോ ഈ സംഘടനയും നടക്കുന്നത്? ഒറ്റയ്ക്ക് സാധിക്കാത്ത കാര്യത്തിനാണ് സംഘടന. അത് സംഘടിച്ചുകൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അതാണ് ഇവിടെ പ്രശ്നം. പോട്ടെ. അപ്പോ ഈ KJയുടെ നിലപാടെന്താ? തിരിച്ചറിയാൻ പറ്റൂല, അതുകൊണ്ട് ചികിത്സിക്കാൻ പറ്റൂല. ചികിത്സ ഇല്ല. അതെന്താണ്? റുഖിയ എന്ന പേരിൽ നിങ്ങൾ വിളിക്കുന്നത് അത് രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ അതുപോലെ ചെയ്യാം. രോഗം മാറിയതിന് പ്രശ്നമല്ല. മാറില്ല നോക്കിയാൽ തെജിരിമയിൽ പെടുക. അപ്പോ ഇത് ചൊല്ലുക, ഇതല്ലാത്തതിനപ്പുറത്തേക്കില്ല. മാത്രല്ല അടിക്കാൻ പാടില്ല. ഞാൻ ശൈത്താന്മാരെ ഹാജരാകുന്ന സമയത്ത് നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണ് അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ നിലപാട്. അത് പാടില്ല. കാരണം തിരിച്ചറിയാൻ പറ്റൂലല്ലോ. അതുപോലെ പരിശുദ്ധ ഖുർആൻ വെള്ളത്തിൽ ഓതുക, അത് പാടില്ല. അതുപോലെ റിട്ടേൺ എക്സോസിസ് പരിശുദ്ധ ഖുർആൻ എന്താ പറയുക ഹലാൽ തൊയ്യുമായിട്ടുള്ള മഷിയിൽ എഴുതിയിട്ട് അത് കലക്കി കുടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അത് ആ രീതിയിലുള്ള തെളിവില്ല. പക്ഷെ അതെന്താണ് ലാവസൊക്കെ മാലത്തൊക്കെ ശിർക്ക് എന്നതിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജായിസാണെന്ന് പറഞ്ഞ ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ട് വ്യക്തമായി ക്ലിയർ സ്റ്റാൻഡിലാണ് നമ്മളെ പോലുള്ള ആളുകൾ നിൽക്കുന്നത്. എന്താ? സൗദി അറേബ്യയിലെ ലജ്നത്ത് ദായിമ ഈ വിഷയത്തിൽ വ്യക്തമായ ആൻസർ ഒന്നും എന്താ? ഏറ്റവും അഖീദയും മനസ്സിൽ ക്ലിയർ ഉള്ള ഒരാളാണ് ചെയ്യുന്നെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾ അത് തള്ളേണ്ടത്, ഞാൻ അത് നിഷേധിക്കേണ്ട, എതിർക്കേണ്ട. കാരണം അത് സലഫുകൾ ചെയ്തിട്ടുണ്ട്. സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ ചെയ്യാൻ വേണ്ടി പറയുകയും മുജാഹിദ് പോലെയുള്ള ആളുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇന്ന ആയത്ത് വരെയാണ് അതിനെ ഉപയോഗിച്ചിരുന്നത്, ഇന്ന ആവശ്യത്തിന് ഇന്ന ആയത്ത് ഉപയോഗിച്ചിരുന്നതിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഖീദയും മറ്റൊരു ക്ലിയറുള്ള ഒരാളെ ചെയ്താൽ അവര് ഇതാക്കണ്ട. ഏറ്റവും നല്ലത് ഒഴിവാക്കുകയാണ്. ആമിനെ നേതൃത്വം വിട്ടുകൊടുക്കണ്ട, ഒഴിവാക്കുകയാണ് നല്ലത് എന്ന് ഇവിടെയുള്ള സഹോദരങ്ങൾക്ക് എന്റെ പത്രത്തിന്റെ നമ്പർ വരെ എനിക്ക് അയച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പത്രം. അപ്പോട്ടെ. അപ്പൊ ഇത് അങ്ങനെ നിലപാട്. പിന്നെ സൈക്കിൾ ഉർക്ക് എല്ലാവരും പാടില്ലാത്തതാണ്. ഇതാണ് ഇതിൽ സക്രിയ വിഭാഗം, അങ്ങനെ തന്നെ പറയട്ടെ, സക്രിയ വിഭാഗം KJ വിഭാഗം തമ്മിൽ ഡിഫറൻസ് കിടക്കുന്നത്. തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല, ഇല്ലെങ്കിലും ചികിത്സിക്കാം. അതുപോലെ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക, കുഫ്ർ അതുപോലുള്ള പോലെയുള്ളത് പറയുക, അത് ചെയ്യാം. അടിക്കുന്ന കാര്യത്തിൽ ഡോക്ടർ സക്രിയ പറഞ്ഞപ്പോ എഴുതി ഇതിലെന്താണ് മനസ്സിലായത്? അത് പ്രാമാണികമായിട്ട് തെളിഞ്ഞിട്ടില്ല. അടിക്കുന്നത് പ്രാമാണികമായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ചികിത്സിക്കുന്നത് പ്രാമാണികമായിട്ട് തെളിഞ്ഞില്ല. അത് പിന്നെ അങ്ങനെ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതൊരു ന്യായമല്ല. ഏതായിക്കോട്ടെ, ഇത്രയും കൂടുതൽ അദ്ദേഹം അംഗീകരിക്കുന്ന അൽഹംദുലില്ലാ ഇവിടേക്കെങ്കിലും എത്തിയല്ലോ എന്ന് മനസ്സിലാക്കും. ശരി,
എന്നാൽ ഈ സുന്നി വിഭാഗത്തിന്റെ ആളുകളായിട്ടില്ല, അത് മൊത്തത്തിലടിച്ച് ആക്ഷേപിക്കാൻ എല്ലാ സുന്നികളും പല ആളുകളും അത് അറിയാതെ ചെയ്യുന്നതാണ്, അവർക്കറിയില്ല. ഇതൊക്കെ അംഗീകരിക്കുന്നു. ഇതിന് ഏത് മാർഗവും അവലംബിക്കാം. സൈക്കിളിൽ ഉറുക്ക് നൂല് കെട്ടുക, ഹോമം നടത്തുക, പിന്നെ എണ്ണിത്തണ്ട് ബോളിവുട്ട, പിന്നെ ഞാൻ ഈ പൂവ് ഹോമം നടത്തുക, പാലപ്പൂ വെച്ച് പിന്നെ എന്തുകൊണ്ടും എന്തു ചെയ്ത് ചികിത്സിക്കാം, എന്ത് മാർഗവും നേടാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ ചോദ്യമാണ്. അത് ശിർക്കാണ്. അതുകൊണ്ട് സുന്നി വിഭാഗത്തിന്റെ ഈ അവസ്ഥയിൽ ഇത് ശിർക്ക് വരെ എത്തിപ്പെടുന്നു. നമ്മുടെ എല്ലാത്തെ ഞാൻ വടകലി ഭാഗത്തിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ അവസ്ഥയിൽ കിതാബിലും സുന്നത്തിലും വന്ന വ്യക്തമായ തെളിവുകൾ അവർ തള്ളുന്നത് കൊണ്ട് കുഫറിലും പെട്ടിട്ടുണ്ട്. ഇവരോ ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന നിഫാഖിലും പെട്ടിട്ടുണ്ട്. ഇതൊക്കെ മൂന്നും, ഒന്ന് കുഫറുൽ അക്ബർ, മറ്റേ നിഫാഖുൽ അക്ബർ, ഷിർക്കുൽ അക്ബർ, അസ്ഗറുൽ അക്ബർ. ഈ മൂന്ന് തട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുകൊണ്ട് ഇതിൽ ഈ മൂന്ന് തട്ടിലുള്ളത് കൊണ്ട് ഓരോ വിഭാഗത്തിന്റെയും ചെറിയതായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് സുന്നി വിഭാഗം, അതിൽ തന്നെ ഞാൻ ആക്ഷേപിക്കേണ്ട അധികം ആളുകൾക്കും അതറിയില്ല. സൈക്കിളിൽ ഉറുക്ക് നൂല് കെട്ടുക, തങ്ങന്മാർക്ക് മൂലമരത്ത് പോവുക, മന്ത്രവാടിയത്ത് പോവുക എന്നുള്ള ശിർക്കാണെന്ന് അവർക്ക് അറിയില്ല. പറഞ്ഞു കൊടുത്തപ്പോഴാണ് മുഖത്ത് തന്നെ പടച്ചോനെ എങ്ങനെയാണോ എന്നതിൽ അതിലൊരു പ്രത്യേക ശ്രദ്ധിക്കണം തരും. അങ്ങനത്തെ ഒരാളോട് ഒരു മടവൂരി വന്ന് ഒരു മുജാഹിദ് വന്ന് സുന്നി വന്ന് വിചാരിച്ചു. ഈ സുന്നിയെ എളുപ്പം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെ ശിർക്കിന്ന് രക്ഷിക്കാനും, എന്നാ അപ്പൊ എന്റെ കുഫറിന്ന് രക്ഷിക്കാം ഭയങ്കര പ്രയാസം. ആരെ മടവൂരിന്റെ ഈ കുഫറിന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ എട്ടങ്ങനാവും. ഈ ശിർക്കിന്ന് രക്ഷിക്കാൻ ഇവന് എളുപ്പമാണ്. അപ്പൊ പിന്നെ ശിർക്ക് ചെയ്യുന്നില്ല. അങ്ങനത്തെ ആയിരക്കണക്കിന് ആൾക്കാര് എന്തെങ്കിലും എന്റെ പോസ്റ്ററൊക്കെ എന്നെ ഇറക്കിയാല് നോട്ടീസ് അടിച്ചിട്ട് കൊടുത്തയച്ചാൽ മതി. അവിടെ കുട്ടികളെ കൊണ്ട് ഒട്ടിക്കണം. ഇതുപോലെ ശിർക്കിന് രക്ഷപ്പെട്ട ആളുകളാ. ഇവന്റെ നിഫാക്കുണ്ടല്ലോ, ഇവന്റെ നിഫാക്കിനെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങിയ പ്രയാസം. ഇത് സഹിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോ ഈ വിഭാഗത്തിലെ സുന്നി വിഭാഗത്തിന്റെ ആളുകൾ മൊത്തത്തിൽ ചെയ്യാറുള്ളത് എന്താണ്? ഒരാളെടുത്ത് പോകും, മന്ത്രം അതിന് പോകുന്ന അപ്പൊ ചോദിക്കും നന്നിടത്ത് വരുന്നില്ലേ, എന്ത് വ്യത്യാസമുണ്ട്, എന്താ അറിയോ? വരുമ്പോ ആദ്യം പറഞ്ഞു കൊടുക്കും, നിങ്ങൾ തങ്ങന്മാരത്ത് മൂലമാരത്ത് പോയിക്കോളൂ ചോദിക്കും. എന്നാ പറഞ്ഞു കൊടുക്കും. ഗൈബ് അറിയാ എന്ന് അവകാശപ്പെടുകയും എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞുതരാം, ചികിത്സിച്ചുതരാം, എന്റെ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞുതരാം എന്ന് പറയുന്ന ആളുകളാണ് വരും. അത്തരം ആളുകൾ ഏത് വേഷത്തായാലും ഏത് ജാതിക്കാരനായാലും ആരായിരുന്നാലും അവൻ ജ്യോത്സ്യപ്പണി ചെയ്യുന്ന ആളാണ്. ഒരു ജ്യോത്സ്യപ്പണിക്കാരനടുത്ത് പോയി കഴിഞ്ഞാൽ, ഒരു ജ്യോത്സ്യനടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ മാത്രം 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇനി പോയാലോ, പോയിട്ട് അവൻ പറയുന്നത് വിശ്വസിച്ചു കഴിഞ്ഞാലോ അള്ളാഹുവിന്റെ റസൂലിൽ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അതിൽ അവിശ്വസിച്ചു. ഇത്രയും ഭയാനകമായ കുഫ്ർ, ഞാൻ ശിർക്കാണ് അവിടെ ചെയ്യുന്നത്, ഒപ്പം കുഫ്ർ. ഈ പരിപാടി ചെയ്തുകൊണ്ടാണ് ആളുകൾ എന്തിന് മന്ത്രവാദികൾ ചികിത്സിക്കുന്നത്. അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണ്? കെട്ടുകളിലൂടെ നൂലിൽ എടുത്തുകൊണ്ട് അതിൽ വെറുതെ നൂലിൽ കെട്ടിട്ട് ഊതിയാൽ മതി. അത് സിഹറാണ്, സിഹറോ ഷിർക്കുമാണ്. അതുപോലെ ഈ ആയത്തിൽ വരുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. പിന്നെ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുടെ പേരിൽ നേർച്ചയാക്കാൻ വേണ്ടി പറയും. മുത്തുനബിന്റെ കബറുകൾക്ക് നേർച്ചയാക്കാൻ പറയും. എനിക്കൊരു അനുഭവമുണ്ട്. ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആള്, അയാള് എന്റെ അസുഖത്തിന് ആള് കുറെ ചികിത്സിച്ചു, ഒരുപാട് പൈസ തെളിച്ചു. ലാസ്റ്റ് ആൾ ചെയ്യുന്ന പണി തരും, 25 പൈസ എല്ലാ വർഷവും കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊടുത്തയക്കും നേർച്ചയാക്കിയിട്ട്. 25 പൈസ, ഇന്നിപ്പോ 25 പൈസ കിട്ടുന്നില്ല. പക്ഷെ ഇയാൾ 25 പൈസയെ കൊടുത്തയക്കും. വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. സോ വാല്യൂലെസ്, അത്രയും വില ഇല്ലാത്ത പണിയാണ്. പക്ഷേ ഇയാൾ എവിടെ എത്തിപ്പെടുന്നത്? അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയാൽ അവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവൻ കാഫിറാണ്. ഇങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക. അതുപോലെ സിഹിറിനെ സിഹിർ കൊണ്ട് തടയുക. അത് സിഹിറിനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്താലും സിഹിറിനെ തടുക്കാൻ വേണ്ടി ചെയ്താലും സിഹിറാണ്, ഷിർക്കാണ്. അത് ചെയ്യുന്നവൻ കാഫിർ. തൗബ ചെയ്യാതെ മരിച്ചാൽ ചത്താണ് പോവും. ഞാൻ ഈ മണികണ്ഠനും വേലിക്കുട്ടിയൊക്കെ മരിച്ചു പോണ വഴി മരിച്ചു പോയി. അതാണ്. പിന്നെ വല്ലവനും വല്ലതും കെട്ടിയാൽ അവൻ അതിലേക്ക് വക്കാലത്ത് കൊടുത്തു. എന്ത് കെട്ടിയാൽ? വാച്ചും പണയും കെട്ടിയാലല്ല,
ഉപകാരം കിട്ടും, ഉപദ്രവത്തെ തടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വല്ലവന് കെട്ടിയാൽ അവൻ അതിലേക്ക് വക്കാലത്ത് കൊടുക്കും. അന്ന് എനിക്ക് യാതൊരു ബന്ധമല്ല. ഇതാണ് ഇത്തരം ആളുകൾക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അതുപോലെ അവൻ ശിർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് അറിയാതെ പോകുന്ന ആളുകളുണ്ട്, അറിഞ്ഞുകൊണ്ട്. സുന്നി ബാങ്കിന്റെ ആളുകൾ പ്രത്യേകത അറിയോ? ഇവിടുത്തെ വരുന്നോട്ടാണ് പറയുന്നത്. അവര് പറയും എവിടെയെങ്കിലും പോയോ? ആ പോയി. എവിടെ? തൊട്ടടുത്ത അമ്പലോ പിന്നെ അമ്മയെ ഭാവി ആരെ സമയം എപ്പോഴാ പോയത്? പകല്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ 75% പിന്നെ മുജാഹിദ് പ്രവർത്തകരും 75% ഔട്ട് ഓഫ് 100 ശിർക്ക് ചെയ്തവരാളുകൾ. പണ്ഡിതന്മാരെന്നെ കസേരയിൽ സ്വന്തം മക്കളെ മേലെ ഏരസ്വയിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് ഒരു സംഭവം നടന്നു. ഒരു മണ്ഡല പ്രവർത്തകന്റെ പിന്നെ മകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മകളുടെ ഭർത്താവിന്റെ പ്രശ്നമായിട്ട് വന്ന് ചോദിച്ച്, അപ്പൊ ഇയാൾ കൊണ്ടുവന്നാളെ നിങ്ങൾ നോക്കിയതാണ് ശിർക്കൊല്ലം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താണ് ഒരു കൊണ്ടുവന്നാള്. ഈ പെണ്ണ് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തു? ഹോമം നടത്തി. എവിടെ? ഒരു എംബ്രാന്തിരിയെ വിളിച്ചിട്ട് ഹോമം നടത്തി. മണ്ഡല കമ്മിറ്റി മണ്ഡലം ലെവലിലെ പ്രവർത്തകരാണ് സ്വന്തം ബാപ്പ. അപ്പൊ അത് ശിർക്കൊക്കെ അറിയില്ല. അറിയാം. പക്ഷേ ഈ പക്ഷയ്ക്ക് എന്താ ഉത്തരം? ഈ പക്ഷക്കത്തിനൊക്കെ ഉത്തരം കൊടുക്കുന്ന ആളാണ് നമ്മൾ. അല്ല, ജനങ്ങൾക്ക് വിഷയം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോ ഇതുപോലെ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്നുണ്ട്. ഇനി നോക്കുക, ഒരു ഏലസിനുള്ളിലുള്ളത് ഇത് ഒരു ഏലസിനുള്ളിലുള്ളതാണ്. 4 ഭാഗത്ത് എഴുതി വെച്ചിട്ട് കള്ളി വെച്ചിട്ട് ശൈത്വാൻ, ഫിർഔൻ, നമ്രൂദ്, ഹാമാൻ. 4 ഭാഗത്തും. എന്നിട്ടെന്താ? യാ ബദ്ദു നെയ്യും യാ ബദ്ദു സദ്ദു ബദ്ദു എന്നൊക്കെ അസ്മാവിന്റെ പഠിക്കാൻ ശൈത്താന്മാരെ ഹാജരാക്കാൻ വിളിക്കുന്ന പേരാണ്. ഏതുപോലെ ഓങ്കരയും കുട്ടി ചത്താന്ന് വിളിച്ചാൽ വയലില്ലേ എന്നതുപോലെ ഇത് പിശാചുക്കൾ ആരാധിച്ച് അവരുമായിട്ടുള്ള ഇത്തിഫാഖ. ഇന്ന മന്ത്രം വെച്ചവർ ഞാൻ ഹാജരാകണം. എന്നിട്ട് വരുന്നൊരു കുറെ അറബിയിൽ പേരുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ആയത്തിന്റെ പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഈ പേരുകൾ പരിശോധിച്ചപ്പോൾ എന്താണ്? ഇബ്നു കസീറിന്റെ തഫ്സീറിലും തൊബരിയുടെ തഫ്സീറിലൊക്കെ അസ്മാ പിന്നെ ഇവരുടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ എന്ന് പറയുന്നത് 7 ആളുകളോ ഗുഹാനിവാസികളുണ്ടല്ലോ, അവരും അവരുടെ കൂടെ ഉറങ്ങിയ നായം എന്ന് അവരുടെ പേരുകൾ എന്ന് പറയപ്പെടുന്ന പേരുകൾ ആണ് അർഷല്ലീന മർഷല്ലീന എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, പിന്നെ തൊബരിയുടെ തഫ്സീറിലൊക്കെ ഉണ്ട്. ഈ പേരുകൾ കൊടുത്തിട്ട് അവസാനം കേട്ടോ, അവരുടെ നായയുടെ പേര് കിത്മീർ എന്നായിരുന്നു എന്ന് കൊടുത്തിട്ട് പിന്നെ ഒരു ആയത്ത് പകുതി കട്ട് മുറിച്ചു. അലല്ലാഹി ഖസ്ദു സബീൽ വമിൻഹാ ജാഇറുൻ എന്ന് പറയുന്ന ഒരു ആയത്ത് പകുതി കട്ട് മുറിച്ചിട്ട് കേട്ടോ, ഈ ഭാഗം പകുതി കട്ട് മുറിച്ചിട്ട്. അതിന് സൂഫിയൊക്കെ പ്രത്യേക അർത്ഥമുണ്ട് ആയത്തിന് കേട്ടോ. ഇതിലല്ലേ ഇത് കൊടുത്ത സൂമല്ലാക്കത നല്ല സുന്ദരമായ മല്ലാക്ക. ഇയാളുടെ മുമ്പിൽ വന്നിട്ട് ജനങ്ങളെ കുഫ്റും സുജൂദ് ചെയ്യുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു. ഇത് കൊടുത്തപ്പോ ഈ മനുഷ്യമൊക്കെ എഴുതിവിടുക. ഞാൻ 2 വർഷം മുമ്പ് അവിടെ പോയതിരുന്ന സമയത്ത് ഇയാൾ എന്നോട് ദിവസവും ബദ്ദുഹോ യാ വാജിദോ യാ കവിയോ എന്ന് 100 തവണ ചൊല്ലാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ആളുകൾക്ക് പോയി കഴിഞ്ഞാൽ കുഫ്റ്, ശിർക്ക്, ബിദ്അത്ത്, ഹറാമ് സകലം ചെയ്യിപ്പിക്കും. മാതൃത്വത്തെ വ്യഭിചരിച്ച് വരാൻ പറഞ്ഞ രോഗികളുണ്ട്. മാതൃത്വത്തെ വ്യഭിചരിച്ചിട്ട് വരും എന്നാലേ ചികിത്സ ഉള്ളൂ എന്ന് പറഞ്ഞ് ഖുർആൻ മുസ്ലിം തുറന്നിട്ട് കക്കൂസിന് കമൽക്ക് ചവിട്ടാൻ പറഞ്ഞ വല്ലാത്തമാരുണ്ട്. ഇത്തരം ചികിത്സ ആണ് എന്താ? ശൈത്താനെ തൃപ്തിപ്പെടുത്തുക. അവൻ പറയുന്ന ശൈത്താൻ ഡിമാൻഡ് വെക്കുന്ന ഡിമാൻഡ് അത് വല്ലാക്ക പറഞ്ഞു കൊടുക്കും. വല്ലാക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇതാണ് ഈ വിഷയം പഠിക്കണം എന്ന് പറയുന്നത്. കാരണം വല്ലാക്കാന്റെ ചെവിയിൽ കോഴി കൊടുക്കുന്നത് പോലെ കോഴി കൊടുക്കും. വല്ലാക്കാതെ പറയും ഇതുപോലെ ചെയ്യും, അസുഖം മാറും. ഇങ്ങനെയൊക്കെ ചെന്ന കൈ വല്ലാക്കാന്റെ ചെയ്തും കയ്യാണ് ചെയ്തത്. എങ്ങനെയാ? ശൈത്താൻ മേത്തുണ്ടെങ്കിൽ മല്ലാക്കയായിട്ട് സഹകരിക്കുന്നു. ഇങ്ങനെ ശിർക്ക് കുഫ്ർ ചെയ്തുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു സമൂഹം, അതാണ് മൊത്തത്തിൽ ഈ സുന്നി വിഭാഗത്തിൽ നിന്ന് നമുക്ക് കാണുന്നത്. ഇതിന്റെ കുറെ അതുവാത്തുകൾ, കുറെ ഉപകരണങ്ങൾ. ഈ പുസ്തകം എന്താണെന്നറിയോ? മുമ്പ് ഏകദേശം 2-3 വർഷം മുമ്പ് അബ്ദുൽ ജബ്ബാർ മദീനി എന്ന് പറയുന്ന ഒരാള് സൗദി അറേബ്യയിലുണ്ടായിരുന്ന മദീനിയാണ്, ദമാമിലുള്ള ജുബൈലിലുള്ള. അദ്ദേഹം ഈ വിഷയമൊക്കെ മനസ്സിലാക്കിയ ആളാണെന്ന് ആയിരുന്നു. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു, മഞ്ചേരി കൊണ്ടുവന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ജമിയത്തുലുലമയുടെ സർക്കുലറിന് അനുയോജ്യമായി സംസാരിക്കുകയും ഒരുപാട് ആളുകളിൽ നിന്ന് അനിഷ്ടം ഉണ്ടാവുകയും ഞാൻ തന്നെ നല്ല ഖണ്ഡിച്ച് മറുപടി കൊടുത്തു. അങ്ങനെ അദ്ദേഹം അതിന്റെ പ്രായശ്ചിത്തം എന്നോണം ആയിരിക്കണം ഏതായാലും കൂടുതൽ സത്യങ്ങൾ അംഗീകരിക്കുകയും ജനങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ കാണിച്ചിട്ട് അദ്ദേഹത്തെ വിമർശിച്ച് അതേ നാവാണ് എന്റെ നാവ്. ആ നാവ് കൊണ്ടതാ അദ്ദേഹം ചെയ്ത തെറ്റുകൾ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെ ഈ വിഷയത്തിലെ പുസ്തകം എഴുതുന്നു. അൽഹംദുലില്ലാഹ് നല്ലൊരു നല്ലൊരു ആ പുസ്തകത്തില ഇതൊക്കെ സിഹ്റ് ചെയ്യുവാനും ചെയ്യിപ്പിക്കുവാനും ചെയ്തതിനെ തടുക്കുവാനും മന്ത്രവാദികൾ ഉപയോഗിക്കുന്ന അതിവാസികളാണ്. സാന്ദർഭിക കുപ്പിയിൽ വെള്ളം കണ്ടപ്പോ സാന്ദർഭികമായിട്ട് പറയാം, എന്റെ അടുത്ത ബന്ധു ഒരു മടവരിയാണ്. തെളിഞ്ഞിട്ട് കാണിച്ചു കൊടുത്താൽ മുഖം ഇങ്ങോട്ട് തിരി, ഇവിടെ കാണിച്ചു കൊടുത്താൽ ഇങ്ങോട്ട് തിരി. ഈ രീതിയിലുള്ള ഒരു മടവരി മുമ്പിലിട്ട് ഓതുമ്പോൾ വന്ന് കാണാൻ പറയുന്നു. അല്ല കാണൂല. ഇങ്ങനെ മടവരി സ്വന്തം വാപ്പാക്ക് ഇളകി 6 പേര് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഇവിടെ അവസാനം ഇവിടെ മഞ്ചേരിയുള്ളത് ഒരു അടുത്ത പ്രദേശത്തിന്റെ തങ്ങള് അടുത്ത് പോയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് കുപ്പിയിലിട്ട് വെള്ളം കൊടുത്തു. ഇത് എന്റെ അടുത്ത ബന്ധുവാണ് അവന്റെ ഭാര്യ. അവര് കണ്ടു, പ്രശ്നാക്കി. ഇതെന്താന്ന് ചോദിച്ചു. മിണ്ടാൻ പറ്റണില്ല. അത് ഉമ്മ ചെയ്തതല്ലേ, അത് ഉമ്മ മണവയ്യ. ഇവനതിനെ മിണ്ടാൻ പറ്റും. കാരണം എന്താ വാപ്പാനെ പറയേ ഇത് കുടിച്ചിട്ടെങ്കിലും വാപ്പൊന്ന് അടങ്ങി കിടക്കണല്ലേ ഇവരെ പ്രശ്നം. രാത്രി ഇങ്ങനെ കുടിച്ചു കൊടുക്കണം. വാപ്പാനെ ബാത്റൂം കൊണ്ടേ ഇരുത്തിയാൽ മൂത്രയിക്കാൻ പോലെ ഇരിക്കൂല, ഇരുന്ന് മൂത്രയിക്കൂല. വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മൂത്രയിക്കും. ഞാന് നമ്മള് വെല്ലുവിളിച്ച് എടോ അൽബക്കറിന്റെ കാസറ്റ് ഒന്ന് കേൾപ്പിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ വാപ്പാക്ക്? വെല്ലുവിളിച്ച് ധൈര്യമില്ല. ജിന്ന് കയറും. ഞങ്ങൾ സുല്ലിമി അറിഞ്ഞെങ്കിൽ ജിന്ന് കയറില്ല, അതൊന്നും കേറില്ല. പറഞ്ഞതല്ല ഇങ്ങനെ ഇതൊക്കെ ചികിത്സ ആയിക്കൊണ്ട് ആളുകൾ കൊടുക്കുന്നതാണ്. അതുപോലെ പിന്നെ തുന്നിയ വസ്ത്രങ്ങളിൽ, പിന്നെ ലെതർ പ്രൊഡക്ട്സുകളിൽ, അതുപോലെ താക്കോൽ ചേരി, ഇതുപോലെ ചിത്രം കഴിഞ്ഞത് പല ഏലസുകളും ഇട്ട് പൊട്ടിച്ചോക്ക് ഇതിനുള്ളിൽ കാണുന്ന ചിത്രങ്ങൾ ഇതാണ്. ഇതുപോലെയൊക്കെ ഇത്തരം ഇതാണ് ശൂലം വെച്ച് ബന്ധിച്ചു. പല അള്ളാഹുവായാലും എന്തൊക്കെ ഇതിന്റെ മാഡ് അതൊക്കെ അസ്മാവിനെ പണിക്കാൻ ചെയ്തു കൊണ്ടതാണ്. ഇതൊക്കെയാണ് ഇതാ കിത്തുമീർ. ഇത് ഈ കിത്തുമീർന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ. ഇത് ഈ വീട് ചിലത്തെ കുറിച്ച് എന്താ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ എൻട്രൻസിലൊക്കെ. എന്നിട്ട് കിത്തുമീർ നടുവിൽ എഴുതിയിട്ടുണ്ടോ, അതിന്റെ പുറമെ എന്താ 313 പിന്നെ ബദരീകളെ പേരിങ്ങനെ എഴുതിയിട്ടുണ്ടോ, അതിന്റെ അപ്പുറത്ത് അള്ളാന്റെ പേരോട് എഴുതിയിട്ടുണ്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് കാണിച്ചിട്ടുണ്ടോ. ഞാൻ ഇതൊക്കെ വെച്ചാല് ഉപകാരം കിട്ടും, ഉപദ്രവത്തിൽ തടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് വെച്ചാൽ ഈ രീതിയിൽ ശിർക്ക് കൊണ്ട് ചികിത്സിക്കുന്ന വിഷയത്തെ അംഗീകരിച്ച് വിശ്വാസികളുണ്ടെന്നും അത് ബാധിക്കുമെന്നും ഉപദ്രവം ചെയ്യുമെന്നും മനസ്സിലാക്കി അംഗീകരിച്ച ആളുകൾ ശിർക്ക് കൊണ്ട് ചികിത്സിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അടുത്തത് മടവൂർ ഗ്രൂപ്പിന്റെ. ഞാൻ ശരി ഓടിച്ചു പോയി, കാരണം നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ രാവിലെ വരെ സംസാരിക്കേണ്ടത് മെറ്റീരിയൽ ഉണ്ട്. ഞാൻ ഉള്ളിടത്തോളമൊക്കെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മടവൂർ വിഭാഗം ഈ വിഷയത്തിൽ വ്യക്തമായ കുഫറിലാണ്. തൗബ ചെയ്തായാൽ മരിച്ചു പോയാൽ അവർക്ക് പിന്നെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം കുഫറ ചെയ്തത്, ശിർക്ക് കുഫർ ചെയ്ത് മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. വ്യക്തമായ ശിർക്കിലാണ് കുഫറാണ് ഈ വിഷയത്തിൽ. അതിന് പ്രധാനപ്പെട്ട 2 കാരണം. ഒന്ന്, ഈ വിഷയമായിക്കൊണ്ടേ കുറെ ആശയക്കുഴപ്പം, കുറെ സംശയങ്ങൾ. വിഷയം പഠിക്കാൻ പറ്റില്ല, കാരണം ഇപ്പുറത്തെ മറുപടിയാണോ, അവിടെ പഠിക്കാൻ പറ്റില്ല. പിന്നെ കുറെ തലയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. 2, നമുക്ക് എല്ലാത്തിനും മുന്നോട്ട് നടക്കുന്ന സുല്ലമിയുണ്ട്. ആ സുല്ലമിന്റെ പിന്നാലാണ് മൂഞ്ചി. ഈ 2 കാരണമാണ്. അതുകൊണ്ട് ആ ആശയക്കുഴപ്പങ്ങൾ സാധാരണ ജീവിതത്തിലെ ആളുകളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും പിന്നെ അതാക്കിക്കൊണ്ടാണ് ഞാനിവിടെ ഇപ്പൊ ഇവിടെ തന്ന ആളുകൾ തന്നെ ഈ ചോദ്യം ഉണ്ടായിരുന്നു. ജിന്നുകൾക്ക് മനുഷ്യന് വഴി തെറ്റിക്കാൻ കഴിയുമോ? അത് എന്റെ അടിമകളുടെ മേലിൽ അവന് യാതൊരു അധികാരവുമില്ല. ശൈത്താനിന്റെ പറഞ്ഞല്ലോ, നിന്റെ അടിമകൾ മുഖലിസായ അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ പറ്റൂല, ശൈത്താൻ പറഞ്ഞല്ലോ അല്ലെ. അതേമാതിരി പിന്നെ എന്താണ് അള്ളാഹു വലിയ സാലി, പിന്നെ എന്താണ് സാലിങ്ങളുടെ പിന്നെ വലിയാവുന്ന അള്ളാഹു, പിന്നെ ഇന്ന കൈല ശൈത്താന കാന ലൈഫ, ഈ അർത്ഥം വരുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. 441, 7, 196, 1983 ഒരുപാടുണ്ട്. ഈ ആയത്തുകളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ നിങ്ങൾ ജിന്ന് കയറുന്നൊക്കെ പറയുന്നതാണ്. വാസ്തവത്തിൽ ഈ ആയത്തുകൾക്ക് വിരുദ്ധമല്ല ജിന്ന് കയറു പറയുന്നതും സിഗറേറ്റുമെന്ന് പറയുന്നതും കണ്ണേറ്റുമെന്ന് പറയുന്നു. അവിടെ മാനദണ്ഡം ഡോക്ടർ ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ അറിവും അനുവാദത്തോടുകൂടി ആർക്കും ജിന്ന് കയറാം. അള്ളാഹുവിന്റെ അറിവും അനുവാദത്തോടുകൂടി ആർക്കും സിഗറേൽക്കാം, ആർക്കും കണ്ണുമേൽക്കാം. ആർക്ക് ഏൽക്കുന്നതും അള്ളാഹുവിന്റെ അറിവും അനുവാദത്തോടു കൂടിയുള്ളൂ. ആർക്ക് സിഗറേറ്റുന്നതും അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഉള്ളൂ. പക്ഷേ
അതുവരെ ആർക്ക് കയറുന്നതും ആർക്ക് കയറി ഇറങ്ങുന്നതും ഏറ്റ സിഗർ ബാത്തിലാകുന്നതും എല്ലാം അള്ളാഹുവിന്റെ അറിവും അനുവാദമാണ് അതിന്റെ മാനദണ്ഡം. അതല്ലാതെ എന്റെ മെമ്പർഷിപ്പ്, എന്റെ സുല്ലമി, എന്റെ ഞാൻ കുറെ കാലമായിട്ട് വിജയിതാണ്, എന്റെ മെമ്പർഷിപ്പ് ഉണ്ട്, ഇതല്ല. അതുകൊണ്ട് ഏത് മുഖലിസിനും കയറാം. അതിന് വ്യക്തമായ രണ്ട് തെളിവുകൾ, രണ്ട് ഹുജ്ജത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം മുഴുവൻ പിശാചിന്റെ ഉപദ്രവം അടിച്ച് ജീർണിച്ച ശരീരമായിരുന്നു. അദ്ദേഹത്തിന്റെ തലയിലും ഹൃദയത്തിലും തൊട്ടാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ അതാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ മുഖലിസായിക്കൊണ്ട് അള്ളാനെ മാത്രം ആരാധിക്കുക എന്ന മുഖലിസായിക്കൊണ്ട് ജീവിക്കുവാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനെ ശിർക്ക് ചെയ്യിപ്പിക്കാൻ ഒരു ചെയ്താൻ കഴിയില്ല. ആദനവിന്റെ സമയത്തിന്റെ ആളുള്ള ഇംഗ്ലീഷ് വിചാരിച്ചാൽ കഴിയില്ല. ഒരുത്തന്റെ മെറ്റൽ കയറിയ അപസ്മാരം ബോധം കിട്ട അവിടെ വെക്കും. ബോധം തെളിയുന്ന സമയത്ത് ഓടിക്കും, ക്ലോക്കൊക്കെ നോക്കും, കാലണ്ടർക്ക് നോക്കും, ഏതാ പടച്ചവനെ അക്ഷരം തെറ്റിയാൽ പോയി നിസ്കരിക്കും. ഓൻ തടാൻ കഴിയില്ല. പിന്നെ തടിയും നിസ്കരിക്കാം. ചിലർക്ക് നിന്നാൽ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ല. ഓതെടുക്കാൻ നിന്നാൽ എനിക്കറിയാം അവിടെ അടുത്ത പ്രദേശത്ത് ഓതെടുക്കാൻ നിന്നാൽ കൈ ബലം റുക്കു ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്റെ വീട്ടിൽ ചികിത്സിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്ന ആളുകളോട് ഇരിക്കാൻ ഇത് ഉരവളിയ. അതുപോലെ ഒതുക്കാൻ വേണ്ടിയിട്ട് പോയ കാലം ബലം വെച്ചു. പിന്നെ ഇങ്ങനെ ഞാൻ ഇത് ചെയ്യും. വൈ? കാരണം ആ മനുഷ്യൻ അയാളെ യഥാർത്ഥമായ ഒരു മുഖലിസായിട്ടില്ല. മാപ്പിളയെ അല്ലെങ്കിൽ മുസ്ലിമാണ്, MGM-ആണ്, സ്ത്രീയാണ്, MGM-ആണ്, കുറെ കാലമായിട്ട് അല്ല MGM. പക്ഷേ അഖീദ തൗഹീദ് രൂഢമൂലമാവുകയും ആ ഒരു തവക്കുൽ അതിന്റെ അടിസ്ഥാനത്തിൽ തവക്കുൽ അവർക്ക് വന്നിട്ടില്ല. തൗഹീദ് പൂർണ്ണമാണെങ്കിൽ എന്ത് ചെയ്യുന്നവരെ ഞാൻ അള്ളാഹനെ മാത്രമേ ആരാധിക്കുന്നത് കുറെ പോസ്റ്റർ അടിച്ചുകൊണ്ടായില്ല, CD വിതരണം ചെയ്തുകൊണ്ടായില്ല. ഈ അള്ളാഹ് എങ്ങനെയുള്ള അള്ളാഹുവിനെ, ആ അള്ളാഹുവിനെ നമുക്കറിയുവാൻ അസ്മാ വ സിഫാത്ത് പഠിക്കാതെ നമ്മുടെ തൗഹീദ് കംപ്ലീറ്റ് ആവുകയില്ല. അസ്മാ വ സിഫാത്ത് പഠിക്കാതെ തൗഹീദ് കംപ്ലീറ്റ് ആവില്ല. അസ്മാ സിഫാത്ത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അസ്മാ സിഫാത്ത് പഠിക്കുന്നതിൽ നമ്പർ 1. അത് തൗഹീദ് റുബൂബിയ്യത്ത് പഠിക്കുക, ഉലൂഹിയ്യത്ത് പഠിക്കുക, അസ്മാ വ സിഫാത്ത് പഠിക്കുക. പിന്നെ പോയിട്ട് ബൈബിളും മറ്റേ കമ്പാരിറ്റീവ് റിലിജിയനൊക്കെ പോയി പഠിച്ചിട്ട് പിന്നെ ഒക്കെ പോയി പഠിക്കുക. ഞാൻ ഈ അസ്വാസിഫത്ത് വിട്ടിട്ട് അത് പെർഫെക്റ്റ് അല്ല, പിന്നെ ഇപ്പൊ കുറെ അങ്ങനെ നടക്കും. പിന്നെ ജിന്ന് കയറി എന്ന് പറയുന്നത് അപ്പൊ മുഖലിസല്ല. അപ്പോ മുഖലിസിന് കയറാം, പക്ഷെ അവനെ ശിർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തറിയോ 35 തവണ വായിച്ചു തോന്നുന്ന രോഗികളിൽ 35 times per day ഒരു ദിവസം. പക്ഷെ ഒരു ശിർക്കാരെ കൂടെ ചെയ്യാൻ പറ്റില്ല, ചെയ്യൂല, ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാഹ് അവരെ എങ്ങനെ ജീവിച്ചുകൂടകള് ദിവസം ഖുർആൻ ഓതും, പുറമെ ദിവസം രാവിലെയും വൈകുന്നേരം വെച്ചിട്ട് കാസറ്റൊക്കെ കേൾക്കും. ഡോക്ടർ പറഞ്ഞതുപോലെ ഖുർആൻ ഓതിയ സൈത്തൂനും സിദറിന്റെ എന്താ പറയാ ഹബർസോദി കഞ്ചിരകം അവരെ ശരീരത്തിൽ പറ്റിക്കൊണ്ട് ചിരിച്ചു. ഇങ്ങനെ ആവുമ്പോ ദിവസം 5 or 6 തവണ വായിക്കുന്നത് വരും. ഇതൊക്കെ നിർത്തിയ 4ാം ദിവസം വീണ്ടും 35 തവണ 40 തവണയൊക്കെ വായിച്ചത്. ഇങ്ങനത്തെ കേസ് ജിദ്ദയിലുള്ള സമയത്ത് വന്നിട്ട് വീട്ടിൽ പഠിക്കണം. ഞാൻ ഇതൊക്കെ ചെയ്താലും കയറാം. അപ്പൊ മുഖലിസായ ആൾ ശിർക്കിക്കാൻ കഴിയില്ല, ഓനെ കുഫ്രിക്കാൻ കഴിയില്ല, ഓനെ തെറ്റിക്കാൻ കഴിയില്ല. ഒരു സംശയമല്ല. അതിനർത്ഥം ചിന്തി കയറൂല എന്നല്ല. കയറാം, ഉപദ്രവിക്കാം, കണ്ണിന് കാഴ്ച പോകാം, മിണ്ടാൻ കഴിയില്ല. മിണ്ടാൻ കഴിയുന്നില്ല. എങ്ങനെയാ ആവാം, പക്ഷെ ഉള്ളതുകൊണ്ട് ബുദ്ധിക്കോ അവന്റെ ഹൃദയത്തിന് തൊട്ടാൻ പറ്റില്ല. തന്നെയാണ്. അതുകൊണ്ട് എവനും കയറാം. അതിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ അറിവും അനുവാദവുമാണ്. ഇതാണ് ഒന്നാമത്. രണ്ടാമത്, കാര്യകാരണ ബന്ധത്തിന് അതീതമായി അള്ളാഹു അല്ലാത്തവരെ ഉപകാരം ചെയ്യും അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. ഇത് വടവയാൻ ഉറക്കെ പറയുന്നത് പണ്ടേ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞില്ലേ. ഇതിനെയാണ് നമ്മൾ നോക്കിയത്. കാര്യകാരണ ബന്ധത്തിന് അതീതമായി അള്ളാഹു അല്ലാത്തവരെ ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും എന്ന് വിശ്വസിച്ചാൽ ശിർക്ക്. ഇതുപോലുള്ള മടവുകളിലേക്ക് ഒറ്റ സിമ്പിൾ ചോദ്യം. പിശാച് കാര്യകാരണ ജിന്ന് വർഗം ജിന്ന് ഇത് കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അധീനമാണോ? ഒന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് അഭൗതികമാണ്, അധീനമാണ്. ശരി. മനുഷ്യനോ? മനുഷ്യൻ അധീനവുമാണ്. ഫിസിക്കലി കാര്യകാരണ ബന്ധത്തിന് അധീനമാണ്, ജിന്നപ്പം അധീനവും. എന്നാൽ ഈ അതീതമായ ജിന്ന് ഈ അതീതമായ മനുഷ്യനെ കണ്ട് വിടുന്ന വിശ്വാസത്തിന്റെ സാധനം. അപ്പൊ എല്ലാവരും അംഗീകരിക്കില്ല, വിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല. അത് ആ വിശ്വാസം ഭൗതിക അഭൗതിക എന്ന് പറഞ്ഞെങ്കിൽ
നിങ്ങൾ രണ്ടെണ്ണം കൊടുക്കുങ്ങൾ. വസ്വാസ് ഭൗതികമാണോ അഭൗതികമാണോ? വസ്വാസ് ഭൗതികമാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വന്നു അഭൗതികമായതിൽ നിന്ന്? അഭൗതിക ആണെങ്കിലോ അഭൗതിക വേദങ്ങൾ തൗഹീദ് വിരുദ്ധമാണ്. അപ്പൊ വസ്വാസി ഏൽക്കൂ, അതിനപ്പുറത്ത് ഏൽക്കൂല. പിടിച്ചോ, എത്ര വേണ്ടത് പിടിച്ചോ. അതിനപ്പുറത്ത് തന്നെ ഭൗതികമായി ബലമായി കൊണ്ട് മനുഷ്യന് പിശാചുകളെ ഉപദ്രവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും സഹിയായി വന്ന ഹദീസിൽ നിന്നും നിരത്തി കാണിച്ചത. ഞാൻ ഭാഗം മുന്നോട്ടെടുക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. അതിന് ഇത് കുറച്ചുകൂടി വിശദീകരിച്ചത് ഇങ്ങനെയല്ലോ, അള്ളാഹുവിന്റെ പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചില പെൺദൈവങ്ങൾ മാത്രമാകുന്നു. വാസ്തവത്തിൽ ധിക്കാരിയായ പിശാചിനെ മാത്രമാണ് അവർ ആരാധിക്കുന്നത്. അപ്പൊ അമ്മല്ലാത്തവരൊക്കെ ആരാധിക്കുന്നതൊക്കെ പിശാചിനുള്ള ആരാധനയാണ്. വേറെ ആറ്റിൽ അള്ളാഹു പറയുന്നു എന്ത്? അവരെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആകയാൽ അന്ന് നിങ്ങൾക്ക് അന്യോന്യം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവുണ്ടായിരുന്നതല്ല. ഞാനീ പരലോകത്ത് വെച്ചവര് പറയും അവിടെ മനുഷ്യർക്കും ജിന്നുകൾക്കും പരസ്പരം ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് മറ്റൊരായത്തിലുണ്ടല്ലോ. പിന്നെ അടുത്തതിലോ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ഞാനീ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ജിന്നുകൾക്കില്ലതാണ്. അപ്പൊ പിന്നെ നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളിൽ നിങ്ങൾ അവരെ പങ്കാളിയാക്കുന്നതിന് അവരെ ശിർക്കിയതിന് നിഷേധിക്കും. ഈ ആയത്തുകൾ, ഈ 3 ആയത്തുകൾ നമ്മൾ മുമ്പ് വന്നിട്ട് എന്നിട്ട് കുർത്തുബി പറഞ്ഞകളെ പറഞ്ഞെന്താ അടുത്ത ഡോക്ടർ പറഞ്ഞത് സിഗറിനെ കുറിച്ച് വളരെയധികം സംസാരിച്ച വ്യക്തിയാണ് ആര്? ഖുർത്തുബി. മറ്റൊന്ന് ഇമാം ഇബ്നു ഖയ്യിം ജൗസി, അതുപോലെ ഫത്വൽ ബാരി ഇബ്നു ഹജർ അസ്ഖലാനി, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ഈ ഖുർത്തുബി അതിലൊക്കെ മുന്നിട്ടിരിക്കണേ. ഖുർത്തുബി മറ്റൊരു മറുപടി കൊടുത്തു. ആർക്ക്? ജിന്ന് ഗൗരവ നടക്കണല്ലോ, അവരുടെ ഫസാദിന് ഈ ആയത്തിൽ മറുപടി ഉണ്ട് പറഞ്ഞ ആളാ ഖുർത്തുബി. എന്നിട്ട് ഈ ഖുർത്തുബിന്റെ ഉദ്ധരണിയിട്ട് നമ്മൾക്ക് വരുന്നേ ഏത്? ഇതില് നമ്മളെ ജമീയത്തിലുള്ള ഇറക്കിയ പുസ്തകത്തിന്റെ അതാണ് ഞങ്ങൾക്ക് കാണിച്ചത്. ഇതിലുള്ള പൊട്ടത്തര തേനറികള് കാണിച്ചത്. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം, ഖുർത്തുബിന്റെ ഈ വാർത്താണോ, ഈ വാർത്തയുടെ പരിഭാഷയാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അഥവാ വിഷമസന്ധികളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. കാരണം അവർ കാണാനും കേൾക്കാനും കഴിയാത്ത അചേതന വസ്തുക്കളാണ്. ആരൊക്കെ? കല്ല്, കുട്ടി, ബിംബങ്ങള്, ഇതൊക്കെ അചേതന വസ്തുക്കളാണ്. അടുത്ത് പറയാം, ഇത് മലക്കുകൾ, ജിന്നുകൾ, നബിമാർ, പിശാചുക്കൾ തുടങ്ങിയ ആരാധിക്കപ്പെടുന്ന ചേതന വസ്തുക്കൾക്കും ബാധകമാണ്. ഇതിലേതാ ബാധകം എന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ മനസ്സിലായോ? കാണാനും കേൾക്കാനും കഴിയാത്ത വസ്തുക്കള് അചേതനം, അത് തന്നെയാണ് ചേതന വസ്തുക്കൾക്കും എന്ത് ബാധകം. അവർ കാണാനും കേൾക്കാൻ കഴിയില്ലേ? നബിമാര് കാണും കേൾക്കും ചെയ്യൂലേ? ജിന്നുകൾ കാണും കേൾക്കും ചെയ്യൂലേ? മലക്കുകൾ കാണും കേൾക്കും ചെയ്യൂലേ? ഇത് കേട്ടിങ്ങനെ വായിച്ചാൽ എന്താണ്? താലി പൊട്ടത്തര. എന്താ വസ്തുതയോ? ഹനീഫ പ്രസംഗിക്കാം, സുന്നികൾ തലയും വാലും കട്ട്. പിന്നെ ഖുർത്തുബിന്റെ ഞാൻ ഈ വാർത്ത വായിക്കുന്നു. ഇപ്പം ചെയ്ത വഴി അറിയോ? ഇപ്പൊ തലയും കൊണ്ടൊന്ന് വാലും കൊടുക്കും, നടുവിൽ കത്ത് പഠിച്ചതാണ്. ഇപ്പൊ കത്ത ഭാഗത്ത് തറകരല്ലോ വയസ്സിലേ ആ ചുവന്ന ഭാഗം വിട്ടു. അതുകൊണ്ടാണ് മുകളിലുള്ള പരിഭാഷയിൽ ഈ മണ്ടത്തരം വന്നത്. എന്താ? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല. കാരണം അവർ കാണാനോ കേൾക്കാനോ കഴിയാത്തവരാകുന്നു. ഇനി കേട്ടാൽ തന്നെ അവർക്ക് ഇങ്ങനെ വക്കീല പിന്നെ അവർക്ക് ജീവനും ബുദ്ധിയും കൊടുത്തിട്ട് അവർ കേൾക്കുകയും ചെയ്താൽ അവര് നിങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹുവിനോട് അടുത്തവർ അവരായിരിക്കട്ടോ. ഏത്? അവർക്ക് ജീവൻ കൊടുത്തു, അവർക്ക് ബുദ്ധിയും കൊടുത്തു. അങ്ങനെയാണെങ്കിലോ ഈ വിളിച്ചു പ്രാർത്ഥിക്കാൻ മുസ്ലിക്കുണ്ടല്ലോ, ഇവരെക്കാൾ അള്ളാഹുവിനോട് അടുത്തവർ അവരായിരിക്കട്ടോ. കാരണം അവരെ മുസ്ലിങ്ങളാവും. മാത്രമല്ല അവർ കേട്ട അവര് പരലോകത്ത് വെച്ച് നിങ്ങളുടെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യും. ഇതാണ് ബുദ്ധിയുള്ള ചേതന വസ്തുക്കൾ എന്ന് ഇവിടെ പരിഭാഷപ്പെടുത്തിയില്ലേ, ആ അവരിലേക്ക് ബാധകമാണെന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ അർത്ഥത അത് മുകളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പൊട്ടത്തര നീങ്ങുന്നത്. പറഞ്ഞു വരുന്നത് വെച്ചാല് അവര് പിന്നെ ഉപകാരം ചെയ്യൂല, ഉപദ്രവം ചെയ്യൂല എന്ന് ഇവിടെ പറഞ്ഞു തരുന്നല്ലോ. ഈ ഉപകാരത്തിനും ഉപദ്രവവും എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന, അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഉപകാരം ഉപദ്രവം. ഇപ്പൊ ഒരു ബാബയോ ഒരു ബീവിയോ ജീവനോ അതിനെ ചെന്നിട്ട് എങ്ങനെ ആരാധിക്കാം? അതിനോട് ചെന്ന് സഹായം ചോദിച്ചാൽ തരൂലേ? 10-20 തരൂലേ? അല്ലെങ്കിൽ ഒരു വീട് തരൂലേ? അതിന്റെ കാര്യം അതിന്റെ കയ്യിൽ പെട്ടെന്ന് വെച്ചാൽ അത് തരും. അത് അതിനെ ആരാധിക്കുന്നത്
അതിനെ ആരാധിച്ചിട്ട് ഒരാൾ ചെന്ന് ചോദിച്ചാൽ തരൂലേ? അപ്പൊ ഈ ആരാധന ഉപകാരം ഉപദ്രവം ചെയ്യില്ലെന്ന് അല്ല. അപ്പൊ ജിന്നുകൾക്ക് ആരാധന ചെയ്താൽ ജിന്നുകളെ കഴിവിൽപ്പെട്ട സംഗതി അവർ ചെയ്തു കൊടുക്കും. അപ്പൊ വേറെ സംശയവും കഴിവിൽപ്പെട്ട സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട ചോദിച്ചൂടെ? നമ്മൾ മറ്റൊരു സുഞ്ഞാളെ ഖണ്ഡിച്ചപ്പോ പറ്റുന്ന അബദ്ധ ചോദിക്കാൻ പറ്റൂല. കാരണം ഈ ജിന്ന് മനുഷ്യരും ഭൂമിയിൽ ഡോക്ടർ പറഞ്ഞതുപോലെ സൃഷ്ടിപ്പിന്റെ അന്ന് തൊട്ട് യോമിൽ ഖിയാമത്തിൽ നരകത്തിന്റെ മോണിന്റെ സമയത്ത് നരകത്തിൽ കടക്കുമ്പോഴും സംഭാഷണത്തിൽ എന്താണ് ജിന്നുകൾ മനുഷ്യന്മാരെ ഒരുമിച്ച അത്രത്തോളം ഒരുമിച്ച് ഭൂമിയിൽ ഒരേ സ്ഥലത്ത് ജീവിക്കേണ്ട ആളുകൾ. പക്ഷെ പരസ്പരം ഇടപഴക എന്നാൽ ഹറാം. വിശ്വാസം ഉണ്ടാക്കും ജിന്നുകൾ നമുക്ക് അംഗീകരിച്ചു. പക്ഷെ ഈ വിശ്വാസം ഉണ്ടാക്കുക എന്നത് പോലും തെറ്റാണ്, അവർക്ക് അനുവദനീയമല്ല. ലായജൂസ് ജിന്നുകൾക്ക് മനുഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് ലായജൂസ്, അതൊരു തെറ്റാ. അതുകൊണ്ട് ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് പരസ്പരം ഇടപെടുക എന്നത് ജായിസല്ല. മാത്രമല്ല ഇസ്തിആനത്ത് ബിൽ ജിൻ അസ്ല് മനി നിരോധിച്ചതാണ്. അവരോട് സഹായം ചോദിക്കാനും പാടില്ല, സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. ഇവിടെ വലിയ തർക്കമുണ്ട്. ഇതാ മരുഭൂമി മാത്രം പറഞ്ഞാൽ മതി, മരുഭൂമി മാത്രം പറഞ്ഞാൽ മതി. എന്തൊക്കെ യായിബാദല്ല അല്ലെങ്കിൽ മരുഭൂമി മാത്രം പറഞ്ഞാൽ മതി. യായിബാദല്ല എന്നിട്ട് മരുഭൂമി വെച്ചാൽ വിളിച്ചാൽ ശിർക്കാവുന്നത്. അത് യായിബാദല്ല എന്നിട്ട് കുടുങ്ങിയ സമയത്ത് വിളിച്ചു ചോദിച്ചാൽ ശിർക്കാണ് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് ബ്രാക്കറ്റ് കൊടുക്കുന്നത് അത് കേൾക്കുന്ന മലക്കോ ജിന്നോ സഹായിക്കട്ടെ എന്ന് വിശ്വസിച്ചാൽ ശിർക്കുവോ? ലജ്നത്ത് സൗദി അറേബ്യയിലെ ലജ്നത്ത് ദായിമയിലേക്ക് നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതുന്ന ഒരു പണ്ഡിതന്റെ സൗദി അറേബ്യ, അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അത് ഇമാം അഹമ്മദ് വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു. ഇമാം അഹമ്മദ് യാ ഇബാദല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിന്നുകളാന്ന് ഒരിക്കലും തെളിയിക്കാനും പറ്റൂല. എനിക്ക് വന്ന് പറയാം. കാരണം എന്താ മുമ്പ് അവിടെ ചർച്ച മുമ്പ് നടന്നിട്ടുണ്ട്. യാ ഇബാദല്ല സൂഫികളായിട്ടും പിന്നെ ഖുറാഫികളായിട്ടൊക്കെ ചർച്ച മുമ്പ് നടന്നിട്ടുണ്ട്. അവിടെ മുമ്പിലാണ് ഈ യാ ഇബാദല്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇമാം അഹമ്മദ് ജിന്നുകളെ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരു ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. എന്നാൽ മനുഷ്യന്മാരെ മാത്രമാണ് എന്നുള്ളത് ധാരാളം ഗ്രന്ഥം കൊണ്ട് എനിക്ക് തെളിയിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യാ ഇബാദല്ല എന്നുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് ജിന്നുകളോ മലക്കുകളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്തിആനത്ത് ബിൽ ജിന്നിൽ വരും. അത് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ സഹായിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സീക്കിംഗ് ഹെൽപ്പ് ഫ്രം അതേഴ്സ് ദാൻ അല്ലാഹ്, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് നിങ്ങൾ സഹായം പ്രതീക്ഷിക്കലാണ്. അത് ശിർക്കാണ്. ഇത് കൈപ്പമംഗലത്തിന്റെ പരിപാടിയിൽ ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുണ്ട്. പിന്നെ ഈ പണ്ഡിതന്മാരെ കൊണ്ട് ചോദിച്ചപ്പോ പറഞ്ഞു, അയാൾ പറഞ്ഞു ശിർക്കാണ്. അവർ ട്രാൻസ്ലേറ്റ് അത് ഹംസമദീനിയാണോ ഷമീർ മദീന എനിക്കറിയില്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് അതിന്റെ ആവശ്യമില്ല. ആ സീഡ് കേട്ടോണ്ടെങ്കിൽ കേട്ടോളി. അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളം പരിഭാഷപ്പെട്ടപ്പോ മുങ്ങി. സീഡിന്റെ എടുത്ത് കേട്ടോ 25 സീഡി. അപ്പൊ പറഞ്ഞു കേട്ടത് പിന്നെ ജിന്നുകൾക്ക് പിന്നെ എന്താ പറയാ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് പോലും എന്തല്ല ജായിസല്ല. അപ്പൊ ഈ മനുഷ്യന്മാർക്ക് ജിന്നുകൾ പല രീതിയിലുള്ള ഉപകാരവും ചെയ്യും. എന്നാൽ മേൽ പറഞ്ഞ അതേ ആയത്ത് വിശദീകരിച്ച ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ മജ്മുഅൽ ഫതാവയിൽ 9-ാം വാള്യത്തിൽ 144-ാമത്തെ പേജിൽ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ കൊടുത്തായത്തുണ്ടല്ലോ, പിന്നെ ഇവിടെ ലജ്നത്തായ നമ്മുടെ KJU പരിഭാഷപ്പെടുത്തിയ ഭാഗം അവിടെ therefore ഇങ്ങനെ പിന്നെ മരിച്ചവരും മൃഗങ്ങളും കല്ലുകളും പിന്നെ ഗ്രഹങ്ങളും ഒന്നും കേൾക്കുകയില്ല. ഇനി കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാനും കഴിയില്ല. ഫർദർ മോർ അവരെ പരലോകത്ത് വെച്ച് നിഷേധിക്കുകയും ചെയ്യും. ഹൗ എവർ എന്നിരുന്നാലും, ഇവിടെയാണ് നമുക്ക് പ്രത്യേക മെസ്സേജ്. എന്നിരുന്നാലും സം ഓഫ് ദെയർ റിക്വസ്റ്റ് വിച്ച് ദേ സബ്മിറ്റ് ബിഫോർ ദീസ് ഐഡൽസ്, ഈ ബിംബങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ചില ആവശ്യങ്ങൾ might actually be answered by ditch of the shaitan to mislead them. ശൈത്താൻ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ ശൈത്താന്മാരെ എന്ത് ചെയ്തോളും അവർ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തേക്കാം. അതുകൊണ്ടാണ് പിന്നെ കല്ലിനോട് ചെന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ആ കളഞ്ഞു പോയ സാധനം എവിടെയെ എന്നൊക്കെ പറഞ്ഞാൽ കല്ലിനോട് പ്രാർത്ഥിക്കും. ശൈത്താൻ രാത്രി വരെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും, അത് എന്നോട് ഇതിന്റെ അപ്പുറത്തുണ്ട്, ഇവരോർത്തത് എന്ന് വന്ന് ഇവർ കിട്ടി. പിന്നെ വിചാരിച്ച ഈ ബിംബം ശൈത്താനാണ് ചെയ്തത്. ഇങ്ങനെ ഈ ഇതുപോലെ പിന്നെ സംഭവങ്ങളെ തഫ്സീറുകൾ ധാരാളം കാണുന്നുണ്ട്. ഇങ്ങനെ രാത്രി ശൈത്താന്മാർ രാത്രിയിൽ വന്നതും ശബ്ദത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തതും. ഇങ്ങനെ ഈ രീതിയിൽ പിശാചുകൾ ഇവരെ ഈ ശിർക്കിൽ തന്നെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് സഹകരിച്ചേക്കാം. അത് ആ അർത്ഥത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. ആ അർത്ഥത്തിൽ
അവര് സാധനങ്ങൾ വസ്തുക്കൾ വഹിച്ചു കൊണ്ടുവന്നേക്കാം. അതൊരു എക്സാമ്പിൾ ആണ് ഡോക്ടർ സഖ്യാസായി ഒരു ജർമ്മനിയിലെ മരുന്ന്. അതിന് കളിയാക്കണ്ട. ഇറ്റ് ക്യാൻ ഹാപ്പൻ. ചിലപ്പോൾ നടന്നേക്കാം. കളിയാക്കിയിട്ട് കാര്യമില്ല. ജർമ്മനി മരുന്ന് കാര്യമില്ല. ആണ് അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ മാത്രം ഒരു ഗ്രന്ഥം അൽ-ഫുർഖാൻ ബൈന ഔലിയാഉർ റഹ്മാൻ വ ഔലിയാഉ ശൈത്താൻ. എന്നിട്ട് വായിച്ചു 10-20 പേജുള്ള പുസ്തകം വ്യക്തമായിട്ട് പുസ്തകം ഖുർആൻ വെച്ചുകൊണ്ടും റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെച്ചുകൊണ്ടും അനുഭവങ്ങൾ വെച്ചുകൊണ്ടും അത് സൂഫികളെ ഇയാൾ ക്രോസ് ചെയ്തത് വെച്ചിട്ട് ഒക്കെ ഇയാള് കൊടുത്തിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ രീതിയിലുള്ള ശൈത്താന്മാർക്ക് പോലും കഴിയപ്പെട്ട സഹായം അവർക്ക് ചെയ്തു കൊടുക്കും. ഇതൊന്നും പരിശുദ്ധ ഖുർആനിൽ അവര് ഉപകാരമോ ഉപദ്രവോ ചെയ്യാൻ കഴിയാത്ത എന്ന് പറഞ്ഞ അർത്ഥത്തിലല്ല. ആരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഭൗതികരമായിക്കൊണ്ട് ചെയ്യുന്ന ശൈത്താന്മാർ മനുഷ്യന്മാർക്ക് ഉപദ്രവം ചെയ്യുന്നതിനെ കുറിച്ച് എത്ര വേണം? അവർ 5 കുറിച്ച്. ഒന്ന്, ജനിക്കുന്ന സമയത്ത് പിശാച് മനുഷ്യനെ കൊത്തും. അതിങ്ങനെ ശാസ്ത്രങ്ങളുടെ വെളിച്ചവും പ്രകാശവും ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയാ സമ്മർദ്ദങ്ങൾ ചെവിയിലൂടെ കയറുമ്പോൾ കരിയാണെന്ന് പറഞ്ഞ് പൊട്ടത്തരം പറയാൻ നിൽക്കണ്ട. അതൊക്കെ സരാസരി മാത്രം പറഞ്ഞാൽ വേറെ പറയണ്ട. അവിടെ പിന്നെ അല്ലാഹു റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാ സഹീഹ് ബുഖാരി എന്ന ഹദീസ പിശാച് ഉപദ്രവിക്കും, അവനെ കുത്തും. അത് ഇല്ലാതിരിക്കാൻ റസൂൽ പഠിപ്പിച്ച ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ തറദി എന്ന് പറഞ്ഞിട്ടില്ലേ? അഊദു ബിക അൻ യതഹബ്ബത ശൈത്താനു ഇൻദൽ മൗത്ത്. മരണ സമയത്ത് പിശാച്. ഇത് വസ്വാസ അല്ല, യതഹബ്ബൽ എന്നാ വസ്വാസ. ലോകത്ത് ഒരാളും മറുപടി അർത്ഥങ്ങൾ കൊടുക്കൂല. മൂന്നാമത്തെ വിളിച്ചോ ഇഫ്രീത്ത്. റസൂൽ നമസ്കരിക്കുന്ന സമയത്ത് ഒരു ഇഫ്രീത്ത് റസൂലിന്റെ മേലേക്ക് ചാടി ആക്രമിക്കാൻ വേണ്ടി ചാടി പോകും. നമസ്കരിക്കുന്ന സമയത്ത് റസൂലിന് വിശ്വാസം ഉണ്ടായതല്ല. ഇഫ്രീത്ത് ചാടി ആ ഇഫ്രീത്തിനെ പിടിച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയും അപ്പൊ ചോദിക്കും അത് മനുഷ്യരൂപത്തിലായിരുന്നു ആള് അവിടെ പിടിച്ച് കെട്ടാൻ അത് ശൈത്താൻ റസൂലിനെ അറിയുകയും ചെയ്യാം. പിടിച്ചു കെട്ടണം. എന്നിട്ട് പള്ളിന്റെ തൂണുമ കെട്ടിയിട്ടെ. ഇത് ഭൗതിക അഭൗതിക. മൂന്നാമത്തത്. നാലാമത്തത് റസൂലിന്റെ മുഖത്തേക്ക് തീജ്വാലയുമായിട്ട് വന്ന് പിശാച്. അപ്പൊ എന്താ അനക്കുമ്പിൽ അനത്തില്ല. അന്ന് അള്ളാനെ സാറുകൊണ്ട് എന്നെ സംശയിക്കുന്നു. ഷിഹാബി തീജ്വാലയുമായിട്ട് റസൂലിന്റെ വന്നത് മുസ്ലിമിന്റെ ഹദീസ. പിന്നെ കൂട്ടുവായ എന്ന സമയത്ത് ശൈത്താൻ അവിടെ ഒന്നുമല്ല ഉള്ളിക്കാട് കയറുന്നതാണ്. വടകുരി വാക്കുന്ന ആളുകളോടുണ്ടെങ്കിൽ ഇവരോട് ഞാൻ പറഞ്ഞത് ഉള്ളിക്കാട് കയറുന്ന ഉള്ളിക്കാരന്റെ ഭൗതിക പറയിപ്പിക്കേണ്ട ഏതുപോലെ പറഞ്ഞ വസ്വസാണ്. ഏതുപോലെയാണ് ഉള്ളിക്കാട് കയറുക. ഭൗതിക സയൻസിന്റെ ഒരു വാക്കാണ് ഉള്ളിൽ കയറുക. ശരിയല്ലേ? അപ്പൊ അതൊരു ഭൗതികമായിട്ട് 5 ഇതിനെ കുറിച്ച് 5 കൂടി അടുത്ത ജനം. രാത്രി ഉറങ്ങി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റസൂലിന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ പറഞ്ഞു. അതിനോട് 3 തവണ ചീറ്റാൻ. എന്ത് ശൈത്താൻ അവിടെ താമസിച്ചത്? അവിടെ ശൈത്താൻ വിശ്വാസം ഇരിക്കുന്നില്ല. അവിടെ താമസിച്ചു. അവിടെ രാത്രി കഴിച്ചു കൂട്ടി ശൈത്താൻ. 6ാമത്തെ കുറിച്ചു. അടുത്ത ചീത്ത സ്വപ്നം ശൈത്താനിൽ നിന്നാണ്. വസ്വാസ് ആ ഉറങ്ങണ സമയത്തുണ്ടാവും. വസ്വാസ് ബോധമുള്ള സമയത്തുണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. വിശ്വാസം കൊടുക്കുന്നതല്ല ഉറങ്ങണ രാത്രി. ഇത് ഭൗതിക അഭൗതിക. ഉറങ്ങുന്ന സമയത്തുണ്ടാവും വിശ്വാസ്. അതോ അല്ല ഈ വിശ്വാസത്തിനൊക്കെ ഇങ്ങോട്ട് മാത്രം ചോദിക്കുന്ന പണിയല്ല, അങ്ങോട്ട് കൂടെ ചോദിക്കുന്നു. അപ്പോൾ മനസ്സിലാവുള്ളൂ. വിശ്വാസം ഉറങ്ങുന്ന സമയത്തുണ്ടാവോ എന്ന് ചോദിക്കാം. അടുത്തത് ശൈത്താൻ കണ്ണുകുത്തും. ഇതിനൊക്കെ എന്ത് വ്യാഖ്യാനം കൊടുക്കുന്നില്ല. അതാണ് പറയുന്നത്. നിങ്ങളെ സിനിമയുടെ മുമ്പിൽ ഇതൊന്നും ഇല്ലല്ലോ. അബ്ദുല്ലാഹി മസ്ഊദ് തന്റെ വീട്ടിൽ കയറി വന്നപ്പോ ഭാര്യ സൈനബിന്റെ പേര് ഇതെന്താ അപ്പോൾ നൂല പൊട്ടിച്ച് വെച്ചത്. നിങ്ങളെന്ത് പണിയത് കണ്ടത്? ഞാൻ എന്റെ കണ്ണിൽ വെള്ളം വെച്ചിട്ട് യഹൂദിന്റെ അടുത്ത് പോയി വന്നിരിച്ച് കെട്ടിയതാണ്. അബ്ദുല്ലാന്റെ വീട്ടുകാർക്ക് ശിർക്കിന്റെ ആവശ്യമില്ല. നീ അവിടെ പോകുമ്പോൾ നിന്റെ കണ്ണിൽ പിശാച് കുത്തുന്നുണ്ട്. കണ്ണിൽ വിശ്വാസം ഉണ്ടാക്കരുത്. വിശ്വാസം എവിടെയാ? അവിടെയല്ലേ? കണ്ണില്ല. വിശ്വാസം ഉണ്ടാക്കുന്നതല്ല, കണ്ണിൽ കുത്തുന്നു. നീ അത് കെട്ടുമ്പോൾ പിശാച് അത് നിർത്തുന്നു. അങ്ങനെ നിന്റെ കണ്ണിലെ വെള്ളത്തിൽ നിൽക്കുന്നത് ഭൗതികപരമായിക്കൊണ്ട് പിശാചുകൾ ഉപദ്രവിക്കുമെന്നുള്ളതിന്റെ 8ാമത്തെ തെളിവാണ് ഞാൻ വെച്ചത്. അടുത്തതോ പിശാച് കത്തിക്കും. എന്ത്? വീട് കത്തിക്കും. വീടത്തേക്കല്ല, പലതും കത്തിക്കും. അവിടെ ഞങ്ങൾ കൊടുത്തോ പിശാചുകളിൽ ഈ മനുഷ്യന്മാരുടെ മേല് മാത്രമല്ല പിശാചുകൾ കേട്ടോ, മൃഗങ്ങളുടെ മേലും കയറും. അതുകൊണ്ട് ഈ എലി രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്ത് വിളക്കു അണച്ച് കിടക്കണം. ഇല്ലെങ്കിൽ പിശാചി എലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രാത്രി പിശാചി മാത്രമല്ല, അല്ലാതെ തന്നെ ഇപ്പോഴത്തെ കേസ് വന്നു.
ഒരു കേസ് വന്നു. അവരുള്ള താമസിക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ ഹോസ്റ്റലാണെങ്കിൽ അവിടെ, വീട്ടിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ വേറെ ഇവിടെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ കറുത്ത പട്ടിനെ കാണും. ആ പട്ടിയിലെ ഓടിയിട്ടുള്ളൂ. പക്ഷെ അന്ന് അവിടെ തീ കാണും. പട്ടിയിൽ ഓടി 10 കഴിഞ്ഞപ്പോൾ അവിടെ തീ പിടിച്ചു. ഇതേ സംഭവം ഈ പട്ടി തീയും വന്നപ്പോഴാണ് ഇവർ എന്ത് ചെയ്ത് മനസ്സിലായി. അപ്പൊ നമ്മൾ പറഞ്ഞു ശൈത്താൻ ഒന്നുകിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മേലുണ്ടാകാം. വീട്ടിലുള്ള ഉപദ്രവം എത്രയും നിലകൾ ഇതുപോലെ വെച്ച സാധനം പിന്നെ തെരഞ്ഞു കാണുന്നത്. പിന്നെ സംസാരിക്കുന്നത് ഇവിടെ വന്ന് വീട്ടിൽ അപ്പൊ സജീവിടെ എത്തിയത് പറഞ്ഞവിടെ മിന്നി. ഇങ്ങനെ വീടുകളിൽ ഉപദ്രവം ഈ ഫീൽഡിൽ നിങ്ങൾ ഇറങ്ങാതെ വിട്ടു നിന്ന് കരയിൽ നിന്നിട്ട് ഇങ്ങനെ കളിയൊക്കെ ചിരിച്ചാൽ സ്വയം വിഡ്ഢികളാണ്. നിങ്ങളെന്നെ പറയുന്നത് ഞാൻ ഈ കളിയൊക്കെ ചിരിക്കുന്നത്. യു കം ഡൗൺ ടു ദ ഗ്രൗണ്ട് ലെവൽ, നിലത്തേക്ക് ഇറങ്ങി, ഭൂമിക്ക് ഇറങ്ങി, ഇതുപോലെ ആളുകളിലേക്ക് ഇറങ്ങിയിട്ട് വിഷയം പഠിക്കുക. അപ്പോ നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് സത്യം വന്നു കിട്ടിയാൽ സ്വീകരിക്കും. സത്യസന്ധമായിട്ട് സത്യം വന്നു കിട്ടിയാൽ സ്വീകരിക്കും. അപ്പൊ നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഹൃദയം തുറക്കും. അപ്പൊ വിഷയത്തില് മനസ്സിലാവും. അപ്പോ പിന്നെ തീ വീട് കത്തിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർ സുബൈർ തന്ന ഇദ്ദേഹം സ്കാൻ ചെയ്തു കേട്ടോ. ഇവിടെ സംഭവം നോക്കുന്നില്ല. സൗദി അറേബ്യയിൽ വന്ന സംഭവം, ന്യൂസ് പേപ്പറിൽ വന്ന സംഭവം. വീട് കത്തിച്ച്, വീട്ടിൽ കത്തി തീ പിടിച്ച്, അങ്ങനെ വീട്ടിൽ തീ പിടിച്ച അവസാനം എന്തായാലും ഇതിന് കാരണം അറിയുന്നില്ല. ഇതുപോലെ ന്യൂസ് പേപ്പറിൽ വന്ന ഇംഗ്ലീഷ് വെർഷൻ തന്നെയായി. ആ വീട്ടിൽ കത്താതെ ബാക്കിയായത് മാത്രം എന്താണ് ഈ പരിശുദ്ധ ഖുർആൻ. ബാക്കിയുള്ള എല്ലാം കത്തിപ്പോയി, അവിടെ ഉള്ള പരിശുദ്ധ ഖുർആൻ മാത്രം കത്തിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. സൗദി അറേബ്യയിലുള്ള ഒരു ന്യൂസ് പേപ്പറിൽ വന്ന കത്തിങ്ങാണ്. വീടുകളിൽ തീ ശീതമാരുടെ ഉപദ്രവം കൊണ്ട് തീ ശീതമാരെ കത്തിക്കും. അതല്ലേ അവർക്ക് അവിടെയുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെട്ടതും ഒക്കെ. അപ്പോ പറഞ്ഞു വരുന്നത് വെച്ചാല് കത്തിക്കും ശീതമാരുടെ ഉപദ്രവം. 9 കണ്ടത് 10 റസൂല് ഇസ്രായേലിൽ പോയ സമയത്ത് ഒരു ശൈത്വാൻ പിന്നാലെ കൂടി. എന്തുമായിട്ട്? ഒരു തീപന്തമായിട്ട്. ഒരു തീപന്തമായിട്ട് പിന്നാലെ കൂടി. അപ്പൊ ജിബ്രീൽ മലക്ക് പറഞ്ഞിട്ട് നിന്റെ ബാക്കിൽ ഒരുത്തന്റെ തീപന്തമായിട്ടുണ്ട്, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം, അത് ചൊല്ലി കഴിഞ്ഞാൽ അവന്റെ തീപന്തം അവന്റെ കയ്യിൽ നിന്ന് വീഴുന്ന. ഇത് ഭൗതിക എന്താ ദുആ? ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് പറഞ്ഞിട്ടില്ലെന്നോ? ഞാനീ ഇതിന് വേറെ ലെഫ്റ്റിലെ ബൈഹാട്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതങ്ങട്ട് അവന്റെ തീപ്പന്ത് അവന്റെ കയ്യിൽ ചാടുന്നു. ഇത് തന്നെ നമ്മൾ ചെയ്യുന്നല്ലോ. ഓതുന്ന സമയത്ത് സിഹിറാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓതും. എന്തിനാ? സിഹിർ ചില ചെയ്തവരെ പിടിച്ചു സിഹിറിന്റെ മരുന്ന്. അതുകൊണ്ട് മറ്റായിട്ടും ഇത് നിന്റെ വലത് കയ്യിലിട്ട് നിന്റെ അടുത്തിട്ട് അത് ഓതിയ സമയത്ത് രോഗി ഇങ്ങനെ കാണിക്കുന്നു. രോഗിക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. രോഗി ഓതുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുക. നിന്റെ അടുത്തിട്ട് വീഡിയോ വിശേഷ കാണിച്ചു ഇങ്ങനെ കൊടിയ കണ്ട വാൽക്കിമാഫി അമേരിക്കന്റെ വലത് കയ്യിലിട്ടാണ് കൊടിയ. ഇതുപോലെ അപ്പൊ ഇതേ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിന്റെ കയ്യിലുള്ളത് വീടുന്നോ ശൈത്തങ്ങളും വെല്ലം പൊട്ടിച്ചിട്ട് പെട്ടെന്ന് ചാടുക ഇളകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അർത്ഥം നോക്കിയിട്ട് നമ്മൾ ഓതുക. അപ്പോ റസൂൽ ഇസ്രായേൽ പോയ സമയത്ത് ശൈത്വാൻ തീപ്പന്തമായിട്ട് പിന്നാലെ കൂടി. ഇത് വിശ്വാസ ഭൗതിക അതൊക്കെ മടവരികൾ ഇങ്ങോട്ട് അനുസരിച്ച് പറയേണ്ടതാ. മനസ്സിലായില്ലേ? 10 കഴിഞ്ഞ് 10 ഇതിനെ കുറിച്ചൊരു 5 കൂടി. പിന്നെ വസ്ത്രമായി അഴിക്കുമ്പോൾ ബിസ്മില്ലാ ചൊല്ലണം. ആദം സന്തതികളുടെ ഔറത്തും ജിന്നുകളുടെ കണ്ണും തമ്മിലുള്ള മറ ഖൗല് ബിസ്മില്ല എന്ന വാക്കാണ്. അതുകൊണ്ട് ജിന്നുകൾ നിന്റെ ഔറത്ത് കാണും. ജിന്നുകളുടെ കണ്ണും ഇത് വിശ്വാസ. ഏതെങ്കിലും മടവരി പറയും അത് വിശ്വാസമാണ്. ഇതാണ് ഇതൊക്കെ ഭൗതികരായിട്ട്. മാത്രമല്ല നീ നിസ്കരിക്കുന്ന സമയത്ത് 12ാമത്തെ വിളിച്ചോ, നിസ്കരിക്കുന്ന സമയത്ത് സൂത്രയുടെ അടുത്ത് നിസ്കരിക്കണം. അവിടെ ഗ്യാപ്പ് കൊടുക്കരുത്. അതിന് നിസ്കാരം പോയാൽ അതിന്റെ സ്ത്രീ പോയി കഴിഞ്ഞാൽ എന്താവും? നിസ്കാരം പോയി. സ്ത്രീകൾ മുൻകൂടെ നിസ്കാരം മുറിയും. നിസ്കാരം മുറിയതിന്റെ വിശ്വാസാണോ? രണ്ടാം നിസ്കരിക്കണ്ടേ? നിസ്കാരം മുറിഞ്ഞില്ലേ? അപ്പൊ അത് വിശ്വാസമല്ല. ഭൗതികരമായി കൊണ്ട് പിശാചുകൾ മനുഷ്യരെ ഉപദ്രവിക്കും എന്നുള്ളതിന്റെ തെളിവുകൾ 12 കണ്ടത്. പിടിച്ചോ? പ്ലേഗ് ശൈത്താനിൽ നിന്ന് ഇത് അതിന്റെ സയന്റിഫിക് റിസർച്ച് കൊണ്ട് ഡോക്ടറോട് പറഞ്ഞു. പ്ലേഗ് ഉണ്ടാക്കുക എന്നുള്ളത് ശൈത്താൻ. ഇപ്പൊ സ്ഥലത്തിനെങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്ലേഗോടെ ജിന്നുകളുടെ പ്ലേഗോടെ പോയി ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇയാളെ ആദ്യം ഒരു കിണറ്റിൽ തവളകൾ ഇയാൾ ആദ്യം കുറച്ചുകൾ വരച്ചേക്കും. അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങും. മൂപ്പര് എപ്പോ നോക്കിയാലും 2000 ശബാബിൽ എഴുതാൻ മാത്രമേ മൂപ്പരത്തുണ്ടാവും.
അത് എഴുതും. അപ്പൊ അത് വേറെ എന്തെങ്കിലും കിട്ടും, അതും എഴുതും. ഇങ്ങനെ എന്നെ മതി, എന്നെ ധാരാളം നമുക്ക് നമ്മൾ തരാം പോട്ടെ. പിന്നെ പ്ലേഗ് ശൈത്താനിൽ നിന്ന്. അടുത്തതോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വ്യക്തമായി അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പിശാചിന്റെ ഉപദ്രവം ഉണ്ടായത് അത് വസ്വാസല്ല, അത് പിശാചിലേക്ക് ചേർത്ത് പറഞ്ഞതുമല്ല. ഇത് ആണ് എന്ന് അഹ്ലുൽ സുന്നത്തിന്റെ ഒരു പണ്ഡിതന്മാർ പറഞ്ഞത് കൊണ്ടുവരാൻ പറ്റില്ല. ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്ന് ഇമാം റാസി, പിന്നെ റഷീദ് റിള, സയ്യിദ് കുത്തുബ്, സിറാസുലമി, കരിബിലാക്കല്, മറ്റേ ഷഫീഖ് അസ്ലം, മറ്റേ കുറെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ എണ്ണീട്ട് ഇങ്ങനെ ഒപ്പിക്കാൻ പറ്റും. നാം മുഅ്മിനീങ്ങൾ എവിടെയെങ്കിലും ഒപ്പിക്കുന്നവരുകളെ സുബ്ഹാനല്ലാഹ് 10-30 ആൾക്കാരെ വിജയവർഷത്തോടുകൂടി കാഴ്ചയാണ് അതിന് സുന്നത്ത്. അതുകൊണ്ട് ഈ പണ്ഡിതന്മാരിലൂടെയാണ് കിതാബിലേക്ക് സുന്നത്തിലേക്ക് മടക്കുന്നത്. അപ്പൊ ഈ പൊട്ടക്കളിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആൺകുട്ടികളെ എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും. അതിന് അർഭ്യം നടന്നില്ല. പിന്നെ മസ് സൂറ അൽ ബഖറയിലെ 275 അല്ലെ, വിശദീകരിക്കേണ്ട ആവശ്യമല്ലോ. അത് വസ്വാസല്ല. പിന്നെ ഹമസ റബ്ബി ഔദു ബി ഹംസാത്ത് ഷയാത്തീൻ ഔദു ബി റബ്ബി. ഹംസാത്ത് എന്ന് പറഞ്ഞാ ഹംസാത്ത് എന്ന് പറഞ്ഞാൽ വസ്വാസന അല്ല. ആരർത്ഥം പറയില്ല. ഹംസത്ത് എന്ന് പറഞ്ഞ മൗത്ത് ശൈത്താൻ കേറിയിട്ട് അവന്റെ സെമി കോൺഷ്യസ് സ്റ്റേജ് നുസ് നുസ് പകുതി കുത്തിയിട്ട് പകുതി കുത്തിയില്ല. ഇതാണ് ഹംസത്ത്. അത് വിശ്വാസമല്ല. 16 ഇനി വേണോ എപ്പിലെപ്സി അപസ്മാരം ഉണ്ടാക്കുന്നത്. ഒരു പിശാച് ബാധ നിമിത്തം അപസ്മാരം ഉണ്ടായ സ്ത്രീ റസൂലിനടുത്ത് വന്നിട്ട് പറയാത് ഇന്ന ഹാദൽ ഹബീസ അത് ബലഗനി. ഈ ശൈത്താൻ ഹബീസയുടെ ശൈത്താനാണ്. അതിന്റെ തഫ്സീറുകൾ പിന്നെ വിശദീകരണം പോയൊക്കെ മതി. അവിടെ ഈ ശൈത്താൻ എനിക്ക് ബാധ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല പറഞ്ഞ ഇന്നി അഹാബുൽ ഹബീസ് അയ്യുജലിദനി. ഈ ശൈത്താൻ എന്റെ വസ്ത്രം നീക്കിക്കളയുമെന്ന് ഞാൻ എന്നെ മറച്ചു വിട്ടുവെന്നും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് വസ്വാസല്ല. മടവികളുടെ ഉത്തരത്തിലെത്തെ ശരിയല്ലേ. അടുത്തത് 18 വീടിന്റെ കുട്ടികളെ സന്ധ്യാസമയത്ത് പുറത്തിറക്കരുത്. സന്ധ്യാസമയത്ത് നിങ്ങൾ അവരെ പുറത്തിറക്കരുത്. കാരണം പിശാച് അവർക്ക് ഒരു ഉപദ്രവിക്കും. മാത്രമല്ല ആ സമയം കഴിഞ്ഞാൽ വിട്ടയച്ചോ വിശ്വാസമാണെങ്കിൽ എപ്പോഴും ഉണ്ടാവില്ലേ. ഞാൻ പിശാചുക്കൾ വ്യാപകമായിട്ട് നടക്കുന്ന സമയമാണ് സന്ധ്യാസമയം. അവിടെ റസൂൽ ഇറക്കിയത് കുട്ടികളെ കുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശരിയല്ലേ. അതുപോലെ ചെയ്യും പദാർത്ഥങ്ങൾ കട്ടുകൊണ്ടു ഇത് കടക്കൊണ്ടു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ചികിത്സ ഞങ്ങളൊക്കെ എത്ര അനുഭവം ഉണ്ടാവുന്ന ഞങ്ങൾ പലതും ഈ രീതിയിൽ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അള്ളാഹുവിന്റെ പശ്ചുദ്ദേശം നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് ഈ വിഷയം പറഞ്ഞത് ചികിത്സിക്കുന്നതെങ്കിൽ ഇൻഷാല്ലാഹ് അള്ളാന്റെ കാവലുകൾ ഉണ്ടാവും. ഇത് നമുക്ക് ഇനി പറയാം. അള്ളാന്റെ കാവലുണ്ട് പല രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിക്കും. വസ്തുക്കൾ കട്ടുകൊണ്ടു എറിഞ്ഞു പൊളിച്ച് വെച്ച് ഇവിടെ കൊണ്ടുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിൽക്കുന്നത് അങ്ങനത്തെ പല അനുഭവമുണ്ട്. അപ്പൊ കൊണ്ടുവന്ന പറയാൻ ആവശ്യമില്ല. പോട്ടെ. തെളിവെന്താ ഈ വിതരണക്കാരന്റെ മുതല് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അബൂഹുറൈറ അവിടെ കത്ത് കൊണ്ടുപോയി. അതാരാ? ശൈത്വാൻ. ഭൗതികപരമായി കൊണ്ട് പിശാചുക്കൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നതിന് തെളിവ് നമ്പർ 19 പിടിച്ചോ. ഇനി വേണോ നിങ്ങൾ തന്റെ സഹോദരന്റെ നേർക്ക് ആയുധം ചൂണ്ടരുത്. കാരണം ശൈത്താൻ തട്ടിക്കളയും. വിശ്വാസമല്ല. കൈ തട്ടും ശൈത്താൻ. ആയുധം ചൂണ്ടരുത്. അള്ളാഹു റസൂൽ വിലക്കിയതാണ്. 3 മൂസാ നബി അലൈഹി സ്വലാം കിബിത്തി ഏറ്റവും അടിയുണ്ടല്ലോ. ഇതിലെന്താ സംഭവിച്ച് അടി അടുത്തപ്പോ കാര്യമായി. അത് പൈശാചിക വൃത്തിയല്ല. പൈശാചിക വൃത്തി എന്നതും പിശാച പ്രവർത്തനത്തിന്റെ പ്രവർത്തനം രണ്ടിട്ടല്ല. അവിടെ പിശാചിന്റെ പ്രവർത്തനമാണ്. എന്തൊരു തഫ്സീർ പോയി വായിച്ചു നോക്ക്. അവിടെ എന്താ ആ അടി അത്രയും ശിദ്ധത്തുണ്ടാക്കിയത് ശൈത്താനാണ്. അവിടെ വിശ്വാസമല്ല. ഭൗതിക ആയുധം തട്ടത് ഞാൻ പറഞ്ഞില്ലേ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാ. 21 കണ്ടത്. അടുത്തതോ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ സാധാരണ പീരിയോഡ്സിനേക്കാൾ കൂടുതൽ പീരിയോഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ റസൂൽ പറയാം ഹാദിഹി റഖലത്തുൻ മിൻ റഖലാത്തി ശൈത്താൻ. ശൈത്താനാണ് അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നത്. എത്രയോ രോഗങ്ങൾ ബ്ലീഡിംഗ് ആൾക്കാർ വന്നിട്ടുണ്ട്. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ ഒരു കാരണം കൂടാതെ ബ്ലീഡിംഗ് ഉണ്ടാവാം. പിന്നെ ചോദിച്ചാൽ എന്നാലും ഒരു കാരണം ഉണ്ടാണെങ്കിൽ എന്താണ്? ഒരു കാരണം ഇല്ലെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാവാം. ഏത് ഡോക്ടർ അത് പറഞ്ഞ ഡോക്ടർ പേര് പറഞ്ഞത്. ഞാൻ ചോദിച്ചു ജിന്നു വഴി ഉണ്ടാവും ചോദിച്ചു. ചോദിച്ചു ജിന്നു വഴി ഉണ്ടാകും. ശരി. അപ്പോ ബ്ലീഡിംഗ് ഉണ്ടാക്കും. ഇത് വിശ്വാസമല്ല. ബ്ലീഡിംഗ് എവിടെയാ? വിശ്വാസം തലയില. ബ്ലീഡിംഗ് ഇവിടെയാ. അവിടെ മറുപടികൾ ഇങ്ങോട്ട് പറയുന്ന ഉത്തരവിലൊക്കെ ശരി. അടുത്ത് ശൈത്താൻ കൊല്ലും. ആരെ? ആളെ കൊല്ലും. ഇത് വിശ്വാസമല്ല, കൊല്ലാന്നുള്ളത്. ഒരു സഹാബി കല്യാണം കഴിച്ച് ഹണിമൂള്ള ഉപരി യുദ്ധത്തിന് പോയി. അദ്ദേഹം ഉപരത്ത് പറയുന്നത് സോറി. അദ്ദേഹം യുദ്ധത്തിന് പോയ സമയത്ത് റസൂലിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് യുദ്ധസ്ഥലത്തിൽ നിന്ന് മടങ്ങിപ്പോന്നു. എന്തിന്? പിന്നെ നേരത്തെ പോന്നു. വന്നപ്പോ
ഭാര്യ പുറത്തായിരിക്കുന്ന ഉള്ളില് വെട്ടിച്ചെന്ന് നോക്കും ചെന്നൊരു വലിയ പാമ്പ്. ഈ പാമ്പ് ഇയാൾ ചെന്ന് അതിനെ ആ കുന്നം കൊണ്ട് അടിച്ചു കൊന്ന് ഇയാളെ തിരിച്ചു കൊന്ന്. റസൂലിനോട് റസൂല ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നിങ്ങൾ ആളെ ജീവൻ തിരിച്ചിട്ട് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊള്ളി, അവൻ ശൈത്താനെ ഇതിനെ കൊന്നത്. അതുകൊണ്ട് ഇന്നൽ മദീന മറവികളെ ആരെങ്കിലും ശ്രദ്ധിച്ചോളി. ഇന്നൽ മദീനത്ത് ജിന്ന് മുസ്ലിമായിട്ടുണ്ട്, അല്ലാതെ പാമ്പ് മുസ്ലിമായിട്ടുണ്ട് തന്നെ അവിടെ പറഞ്ഞത്. ജിന്നൻ പാമ്പ് മുസ്ലിമായല്ല, ജിന്ന് മുസ്ലിമായിക്കണേ. എന്നിട്ട് പിന്നെ അടിയിൽ പറയാം ഭൗതികപരമായി കൊണ്ട് മനുഷ്യനെ പിശാചുക്കൾ ഉപദ്രവിക്കുന്നതിന്റെ തെളിവ് ആണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ ആൾക്കൊരു ഹോമം നടത്തിയ കേസ്, മണ്ഡലം ആളെ ഹോമം നടത്തിയ കേസ് പറയല്ലേ. എന്തായ കാരണം എന്നറിയോ? ഒരു ദിവസം 6 തവണ പാമ്പിനെ കണ്ടു ബെഡിൽ അത്ത് വന്നു. പാമ്പ് നടന്ന് മിനി. പിന്നെ നോക്കോടെ ലാസ്റ്റ് ബെഡ് ഫസ്റ്റ് ഫ്ലോറിൽ ബെഡിൽ എണീറ്റ് കയറി ഒക്കെ മൂട്ട പാമ്പ. ഇത് കണ്ടപ്പോൾ എന്തോ തൃപ്തിപ്പെട്ടതാണ്. അങ്ങനെ എന്ത് ചെയ്തു? എംബ്രാന്തിരി എടുത്തു പോയി. എംബ്രാന്തിരി എന്തുകൊണ്ട് ഹോമം നടത്തി. പാമ്പ് 6 times per day, ഒരു ദിവസം 6 പാമ്പിനെ കണ്ടത്. ഏത് പാമ്പും പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ല. നിങ്ങൾ യഥാർത്ഥ മോമിനാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് വെള്ളത്തിട്ടുണ്ട് കുടഞ്ഞിട്ട് സ്പ്രേ ചെയ്തിട്ട് അവിടെ പരിശുദ്ധ അൽബക്ക സോർട്ട നോക്കി 1-2 ഏത് ചീത്ത തട്ടിയെടുക്കും. ഇതൊക്കെ അത് എത്തുന്നതല്ല അനുഭവം. ഈ അനുഭവം വിളിച്ചു പറഞ്ഞില്ലേ, ഇതേ റോഡ് തുറന്നപ്പോൾ കറുത്ത രൂപം എന്നിട്ടോ വലിയ കുട്ടിങ്ങനെ തൂക്കിട്ടാണ് പറയും, നീ എന്റെ കൂടെ പോന്നില്ല എജുക്കേറ്റോടെ വിളിച്ചു റൈസ എന്റെ കൂടെ പോന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. അതുകൊണ്ട് പേടിച്ച് ഒരവസ്ഥയാണ്. ഇങ്ങനത്തെ കേസ് ഉള്ള വീട് നമ്മളോട് ചോദിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഒന്ന്, അവിടെ മോമിനികളായിട്ട് താമസിക്കും. ശിർക്ക് വിധത്ത് പ്രാപ്പർ ഹറാമുകൾ ടി വി മണ്ണകട്ടൊക്കെ കൊണ്ടേ വെച്ചില്ല. എന്നിട്ട് അനുസരിച്ചത്തിന്റെ അക്കീതൊക്കെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് അവിടെ മോമിനികളായിട്ട് ജീവിക്കുക. വേറെ ശൈത്താനും ഇങ്ങനെയാണ് അവരോടാ പറഞ്ഞത്. ഇന്ന കയ്യിലെ ശൈത്താനും കാണി വൈഫ. അല്ലാതെ അതൊന്നും പറയണ്ട, അത് നമുക്ക് പറ്റില്ല. നേരെ തിരിച്ചുണ്ടാവുക. ശരി, അത് പോട്ടെ, സമയം ഒരുപാട് പോകുന്നുണ്ട്. അപ്പൊ 24 അതെ സഹദുള്ള സഹാബി ഉണ്ടായി. അയാൾ എങ്ങനെ മരിച്ചത് മണവിനോട് ചോദിക്കാം. അപ്പൊ ഒരു പറഞ്ഞു എന്ത്, അത് അയാൾ മൂത്രമൊഴിച്ചു മാളത്തിലേക്ക്. അപ്പോഴോ മരിച്ചു. മാളത്തിലേക്ക് മൂത്രമൊഴിച്ചാൽ മരിക്കുമോ? മരിക്കും. കാരണം അപ്പൊ വിളിച്ചു പറയാം. അള്ളാഹു റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാം, അത് ശൈത്താന്മാർ ജിന്നുകൾ താമസത്തേക്ക് അതിന്റെ ജിന്നുകളിൽ അലമുറ എടുത്ത് സാഹചര്യത്തിന്റെ ഹൃദയത്തിലേക്ക് നിങ്ങൾ അമ്പിട്ടത്. അപ്പൊ ജിന്നക്ക് അമ്പുണ്ടോ? ജിന്നക്ക് അമ്പൊക്കെ ഉണ്ടോ? അപ്പോ മാളത്തിലേക്ക് മൂത്രമൊഴിക്കരുത് എന്ന് റസൂലിന്റെ കൽപ്പന, വിരോധം ആ ഹദീസിന്റെ മേലേക്ക് വായിക്കാൻ പറയാ. അപ്പോ വായിച്ചു മനസ്സിലല്ലേ? അപ്പോ അടുത്തത് ലമം. എന്താ ലമം? ലമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്താൻ ശരീരത്തിൽ കയറിയിട്ട് ബുദ്ധി എടുത്താണ് ലമം നടത്തുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുർത്തുബി തഫ്സീർ ഖുർത്തുബിയിലേക്ക് കാണിച്ചതല്ലേ. അടുത്തത് ഇബ്നു ഖയ്യിം ജോസിഫ് അതേ അർത്ഥമാണ്. ലമം എന്ന് പറഞ്ഞാൽ ശൈത്താൻ ബാധിച്ചത് വഴി ഉണ്ടാകുന്ന ഭ്രാന്ത. ഇതിന് ചികിത്സ ഞങ്ങൾ കാണിച്ചതാ, റസൂൽ ചികിത്സ. അപ്പൊ ഈ ലമവ് ഉണ്ടായി ഒരു കുട്ടിക്ക്. ആ കുട്ടിയുടെ പിതാവ് കൊണ്ടുവന്നിട്ട് റസൂലിന്റെ അടുത്ത് കൊണ്ടുവന്നു. സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിച്ചോളി. കാരണം അതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏത് എന്റെ മറുപടികൾ കൊടുക്കാൻ പറ്റും. മറുപടി കൊടുക്കാൻ പറ്റും, അത്രവസരത്തിന്റെ മറുപടി കൊടുക്കാൻ പറ്റും. റസൂലത്ത് ഇന്ന് വായിച്ചൊരു ആ കുട്ടിയെ കൊണ്ടുവന്നു. റസൂൽ എന്ത് ചെയ്തു? കുറെ ആയത്തുകൾ ഓതി. ആ ആയത്തുകളാണ് ഇന്ന് നമ്മൾ റുഖ്യത്ത് ശറിയ എന്ന് പറഞ്ഞുകൊണ്ട് ഓതി കൊടുക്കുന്ന ആയത്തുകൾ. ഈ ഹദീസ് സഹീഹ് മഹ്ഫൂദായിട്ട് വന്നുള്ള ഹദീസാണ്. എന്താ സഹീഹ് മഹ്ഫൂദ് അറിയുന്നവർക്കറിയാം അല്ലെ? ഷാദായിട്ടല്ല. ഈ ഹദീസ് കുറെ ഹദീസുകളുടെ സഹീഹ് വന്നിട്ടില്ലേ? അതിന് എതിരായിക്കൊണ്ട് അതിന്റെ അർത്ഥത്തിന് എതിരായി വരുന്ന വേറെ ഒരു ഒറ്റ ഹദീസുണ്ട്. അപ്പൊ ഇതിന് എതിരായിട്ട് ഷാദുള്ള ഒരു ഹദീസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഹദീസ് സഹീഹ് മഹ്ഫൂദ് എന്ന് പറയും. സഹിയാണ്. സഹീഹ് ഇതാണ് നമ്മളൊക്കെ ഓതി കൊടുക്കുന്നത്. എവിടെ കാണുന്നല്ലോ? ജമിയത്ത് തർബിയത്തുൽ ഇസ്ലാമി കേരളത്തിന്റെ ചെയ്യേണ്ട ആളുകളെ നിങ്ങളുടെ പൊട്ടത്തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടത് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ അടിച്ചിറക്കി വിടുന്നത്. ജമിയത്ത് തർബിയത്തുൽ പിന്നെ ബഹ്റൈനിലെ അൽ ഫുർഖാൻ സെന്ററിന് ഇവരുടെ കീഴിലെ പ്രവർത്തിക്കുന്നത് സലഫി സംഘടനയാണ്. സുർഖത്ത് ശറിയ എന്ന് പറഞ്ഞത് അടിച്ചു വിടുന്നത്. അതിൽ പറയുന്ന ആയത്തുകൾ. ഈ ആയത്തുകൾക്ക് നിദാനം എന്താ? അള്ളാഹുവിന്റെ റസൂല് ഓതിയതായിട്ടുള്ള സഹീഹ് മഹ്ഫൂദായിട്ട് വന്ന ഹദീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്തുകൾ. മാത്രമല്ല ഈ ആയത്തുകൾ ഓതുന്ന സമയത്ത് ചെയ്തവരാണ് കാണും. അപ്പൊ ഇനി അതൊന്നുമില്ലെങ്കിൽ പരിശുദ്ധ നിങ്ങൾ എവിടെയെങ്കിലും ഓതിക്കോ. നമ്മൾ പറഞ്ഞു
വേറെ ലഭമുണ്ടായിട്ട് റസൂലിന്റെ അടുത്ത് വന്നു. ഇതാണ് ഉഖർജിയാത്ത് വല്ലാഹ് റസൂൽ ചികിത്സിച്ച സംഭവം. അതിന് പറയുന്ന ഇന്ന ഇബ്നി ഹാദാ ബിഹി ലമം, എന്റെ കുട്ടിക്ക് ലമമുണ്ട്. ലമം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഭ്രാന്ത്. പല തവണ ശിക്ഷാശാലയ്ക്ക് ഭ്രാന്ത്. അതാണ് റസൂലുള്ളാഹ് ഉഖർജിയാത്ത് വല്ലാഹ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ സംഭവം. 27 നമുക്ക് 26 കഴിഞ്ഞു. മടവിലേക്ക് ഇനി മതിയാവും തോന്നുന്നുണ്ട്. അപ്പിയർ നിസ്കാരത്തില് പ്രത്യക്ഷപ്പെടുക, നിസ്കാരത്തിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക. ആര്? പിശാച്. അപ്പൊ എന്താ പറയുക? റസൂലിന് വന്നിട്ട് റസൂലിനെ അടുത്തേക്കിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ഉഖർജിയാത്ത് വല്ലാഹ് പറഞ്ഞിട്ട് അടിച്ചു തരുന്നത്. അതുപോലെ ശിക്ഷാനല്ലേ ഉഖർജിയാത്ത് പുറത്തിറങ്ങല്ലേ, ഇതിന്റെ ഉള്ളിലുണ്ടായിട്ടല്ലേ. yani ഇത് വസ്വാസല്ല. അപ്പോ അതുപോലെ പിന്നെ ഉസ്മാൻ ബിൻ അബിയാസിന്റെ ഖുർആൻ മറന്നുപോവുക. ഖുർആൻ മറന്നുപോകുന്ന റസൂലെത്തി എന്നപ്പോൾ റസൂൽ എന്ത് ചെയ്തു? നെഞ്ചത്ത് കൈവച്ചിട്ട് ഉഖർജിയാത്ത് വല്ലാഹ് എന്ന് പറഞ്ഞ സംഭവം. ഇതൊന്നും എന്തല്ല, വസ്വാസല്ല, വെറും തോന്നലുകളെ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരം പറഞ്ഞിട്ട് നടക്കാം. ആ ഒരു അബദ്ധത്തെ കുറിച്ചാണ് ചാനല്ലോ. പിന്നെ സാധാരണക്കാരനെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പണ്ഡിതന്മാരെ മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കാം ഇതൊക്കെ പറയാം. പക്ഷെ സാധാരണക്കാരൻ മുമ്പിൽ വന്നാൽ ഇവരൊക്കെ ചോദ്യം ചെയ്യും. 29 ഇങ്ങനെ ഇഷ്ടം പോലെ ഞാൻ 30 എടുത്തിട്ടുണ്ട്. ജിന്ന് തട്ടിക്കൊണ്ടുപോവുക. ജിന്ന് തട്ടിക്കൊണ്ടുപോയ സംബോധനുണ്ട്. ജിന്ന് തട്ടിക്കൊണ്ടുപോയ സംബോധനുണ്ട് മനാസഭയിൽ. ഇതിന്റെ ശിക്ഷത്തിൽ ഞാൻ ഒഡീസിന്റെ അറബി ടെക്സ്റ്റ് കിട്ടിയില്ല. ഞാൻ തന്നിട്ട് സമയമില്ലാത്തതുകൊണ്ട് ശരിക്കും ജിബിരി വിശദീകരിക്കുന്ന ഭാഗം വെച്ചുകൊണ്ട് ഞാൻ പോന്നതാണ്. സമയം കിട്ടുന്നത് ജിന്നുകൾ ഒരു പിന്നെ ഖലീഫയുടെ കാലഘട്ടത്തിൽ ഒരാളെ ജിന്ന് തട്ടിക്കൊണ്ടുപോയി. അതിന്റെ ശിഖത്ത് വരെ പരിശോധിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി വരെ പിന്നെ ഒരു ചരിത്ര ഗ്രന്ഥം പരിശോധിച്ചപ്പോൾ ഷെയ്ഖ് അൽബാനി ഇത് സഹിയാണെന്ന് വരെ രചിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ഞാൻ പറഞ്ഞു തരാം എവിടെയാണ്. അപ്പോ സമയത്തൊന്നും അവർ കിട്ടിയില്ല. ഞാൻ ഭൗതികപരമായിട്ട് ഉപദ്രവിക്കോ 30 എണ്ണങ്ങൾ ഉപയോഗിച്ച്. അതുകൊണ്ട് മടകോരികൾ ഈ 30 എണ്ണത്തിന് ഉത്തരം ഇങ്ങോട്ട് പറയാതെ ഈ ചോദ്യത്തിൽ എന്താ അർത്ഥമുള്ളത് സത്യസന്ധാരണുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അവസരം പോട്ടെ. അടുത്തത് ഇനി ശൈത്താന്മാരെ പിന്നെ സഹായിക്കുന്നതിന്റെ തെളിവുണ്ടോ? നമുക്ക് ഉപദ്രവിക്കുന്നില്ല, സഹായിക്കുന്നില്ല തെളിവുണ്ടോ? ഉണ്ട്. ഒരു പ്രായകാരുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. കേട്ടില്ലേ? ഒന്ന് പിന്നെ പിശാചികൾ കട്ട് കേൾക്കുന്നത്. പിശാചികൾ വേറെ ലോകത്ത് പോയിട്ട് കട്ട് കേട്ടിട്ട് ആ ഇൻഫർമേഷൻ ജിന്നുകൾ പരസ്പരം കൈമാറി മന്ത്രവാദിയുടെ ചെവിയിൽ കോഴി കൊടുക്കുന്നത് പോലെ കുറുകി കൊടുക്കും എന്ന് പറഞ്ഞ ഹദീസ്. ഇവിടെ ഇൻഫർമേഷൻ ഒരു മെയിൻ കളി. അതുകൊണ്ട് തന്നെ കാപ്പറാകാൻ പറ്റുമല്ലോ, ആക്കാൻ പറ്റുമല്ലോ. ആരെ രോഗികൾ വരുമ്പോ രോഗിന്റെ വീട്ടിൽ തരുമ്പോ കഴിഞ്ഞ ആഴ്ച കോഴി രാത്രി കൂട്ടുന്ന വിളിച്ചില്ല ഞാൻ കൂക്കിയില്ലേ. പിന്നെ ഇന്നലെ രാത്രി പാത്രം കൊന്നതിന് കൊട്ട് കൊഴിഞ്ഞടില്ല. പിന്നെ ഞാൻ ബരണ്ടി പൊട്ടിക്കണ്ടില്ലേ. ഞാൻ ഇതൊക്കെ ചോദിച്ചാൽ ഇൻഫർമേഷൻ പഠി. ഈ മോനൊരു ശ്രമട്ടോ, ഇവർക്ക് എന്തൊക്കെ കറാമത്തുണ്ട്. ഞാൻ ഇവിടെ കാപ്പറക്കാൻ ഇതിന്റെ മതി. മാത്രമല്ല ഒരു ചോദ്യം ആരുടെ അറിയോ? ഷെയ്ഖ് ഇബ്നു ബാസിനോട് ചോദിച്ചത്. ചില എന്റെ നാട്ടിൽ കുറെ സാഹിബന്മാരുണ്ട്. അത് ചില ആളുകൾ ചില പടിവിചലം കാണിക്കും. ചിലര് മുടി കെട്ടിയിട്ട് കാറ് വലിക്കും. ഞാൻ ഈ കാറ് വാഹനമൊക്കെ മുടിമ കെട്ടി വയ്ക്കും. അതൊക്കെ ചോദിച്ചപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് ഉത്തരം കൊടുക്കുക. ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാവും റിയാലിറ്റി മുടിയൊന്ന്. പക്ഷെ ചിലർ ഒരു മുടി 2 മുടി വെച്ച് കാറ് വലിക്കും. ഒരു മുടി കെട്ടി കാറ് കെട്ടുന്നത് ഇങ്ങനെ വലിക്കും. ഇത് ചെയ്താനാണ് ചെയ്താൽ തെക്കുനീറുള്ള സിഹിർ തെക്കുനീറുണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? അപ്പൊ അമാനുവലിന്റെ തസ്സീറിൽ എന്താണുള്ളത്? എന്തല്ല പ്രശ്നം. പക്ഷെ സമയമാണ് പ്രശ്നം. സമയം കുറച്ചും കൂടി പിന്നെ മതിവല്ല. മനസ്സിലല്ലേ? അപ്പോ ചെയ്തമാരെ ഉപയോഗിച്ചിട്ട് കാറ് വസ്ത്രത്തിൽ വലിക്കുന്നുണ്ടാവില്ല. വലിക്കുന്നത് പോലെ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവരെ കണ്ണിൽ അങ്ങനെ അനുഭവപ്പെടും. അവര് ക്യാമറയിൽ കിട്ടും. അത് നോക്കിയാലും സോണിയായാലും സംസാരിക്കാനും എല്ലാം കിട്ടും. അങ്ങനല്ല, ആ രീതിയിലാണ് പ്രത്യക്ഷപ്പെടുക. അതാണ് മാജിക് ജാലവിദ്യ നമ്മൾ അനുമതി സരാസരിക്കാരും അപേക്ഷ കൊടുക്കുന്നുണ്ട്. സരാസരിക്ക് പഠിക്കാൻ വയ്ക്കൊന്നും പറയുന്നത് അത് കാണിച്ചു തരാം. പോട്ടെ. അപ്പൊ പറഞ്ഞത് ഷെയ്ഖിൽ പിന്നെ ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയ പുസ്തകത്തിലേക്കാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നത്. ഈ വിഷയത്തിൽ പഠിക്കാൻ ആ പുസ്തകം വായിച്ചു. അവര് ഒരുപാട് ഉപദ്രവം ചെയ്യും. അതുപോലെ അവരെ പാരായണത്തിന്റെ ആളുകൾക്ക് സഹായം ചെയ്തു. വാസ്തവത്തിൽ സിഹിറിന്റെ പിന്നിലുള്ള പ്രവർത്തനം അതാണ്. ഇനിയോ സിഹിറിൽ ശൈത്താന്മാരുണ്ട് വരെ തെളിവുണ്ടോ? ഉണ്ട്. അതെന്താ? ആ സൂറ അൽ-ബഖറയുടെ 102-ാമത്തെ ആയത്താണ്. അതില് 19 സിഹിർ ഇൽമ് 3. ഒന്ന് തെജ്രിബ, ആര്? മനുഷ്യന്മാരുടെ തെജ്രിബ. 2 ശൈത്താന്മാരുടെ തെജ്രിബ. 3 വഹീന്റെ അടിസ്ഥാനത്തിൽ 3 തലങ്ങൾ. ഈ 3 തല ഇൽമേ ലോകത്തുള്ളൂ. വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമ് അതാണ് കിതാബ് സുന്ന. മറ്റത് മനുഷ്യന്മാരുടെ തെജ്രിബ. പിന്നെ ശൈത്താന്മാരുടെ തെജ്രിബുണ്ട്. ഈ ശൈത്താന്മാര് മനുഷ്യന്മാരുടെ തെജ്രിബയ്ക്ക് എന്ത് ചെയ്യും? പലതും അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്. അതാണ് നമ്മളെ പരിണാമ സിദ്ധാന്തം. മറ്റേ ഇതൊക്കെ പൊരുത്തപ്പെട്ട പറയണ്ടല്ലോ ഇതൊക്കെ. അപ്പൊ ശൈത്താന്മാര്
കൊടുത്തിട്ട് അവർക്ക് ഇത് കലയാണ് സിഹർ. അത് മനുഷ്യന്മാർക്ക് അത് നമുക്ക് പഠിക്കാനും പാടില്ല, പഠിപ്പിക്കാനും പാടില്ല, ചെയ്യാനും പാടില്ല. കാഫറായി ചത്താൻ വേണ്ടിയിരുന്നു. ഇതാണ് ഇത് കൊടുക്കുന്നത്. ശൈത്താന്മാര് ഇതിൽ മാത്രമല്ല പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കുണ്ടാക്കുന്നതിന് ഇത് മുഫസ്സിറുകൾ വിശദീകരിച്ചതുകൊണ്ട് ആയതുകൊണ്ട് അറിയോ, ശൈത്താൻ അവന്റെ ഈ സിംഹാസനം വെള്ളത്തിന് മുകളിൽ സ്ഥാപിച്ചു. അവിടെ നിന്നുകൊണ്ട് ശൈത്താന്മാരെ ദിവസവും നിവേദന സംഘത്തിന് വിട്ടുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കാൻ വേണ്ടി വിടുന്നു എന്ന് പറയുന്ന ആയത്ത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സിഹറിൽ ശൈത്താന്മാരിൽ പങ്കിട്ടു എന്നതാണ് പിന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു കസീറിന്റെ തഫ്സീറിനെ കാണിച്ചത്. ഇബ്നു കസീറിന്റെ തഫ്സീറിനാണ് ഞാൻ കാണിച്ചത്. മനസ്സിലല്ലേ? അതുപോലെ ഇനിയും ധാരാളം ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു വരുന്നത് മടവൂർ വിഭാഗത്തിന് ഈ വിഷയത്തിൽ വ്യക്തമായ കുഫ്റിന് തൗബ ചെയ്താൽ പിന്നെ ചെയ്യാതെ മരിച്ചാൽ നിങ്ങളെ കാര്യം എടുക്കാണ്ടാവില്ല. അങ്ങനെ തന്നെ പറയട്ടെ. അത് അപ്പൊ അവിടെ സില്ലെങ്കിൽ മറ്റേ വെളിച്ചിട്ടില്ല, ഖുറാനെ വെളിച്ചത് തൊട്ടുണ്ടാവില്ല. മനസ്സിലല്ലേ? അപ്പോ അടുത്തത് പിന്നെ വേറെ എന്താണെന്നറിയോ, ഇവരെ ഒരു മാനദണ്ഡം ഉണ്ട്. ഇതൊരു പൊട്ട മാനദണ്ഡം. എന്താറിയോ, പിന്നെ ഖുറാനിനോ മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്കോ അനുഭവജ്ഞാനത്തിനോ എതിരാവാതിരിക്കണം. എതിരാകുന്ന ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. എന്താണ്? ഖുറാനിനോ മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്ക്, വ്യക്തമായ ബുദ്ധി അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുടെ വ്യക്തമായ ബുദ്ധിക്ക്. സലസുലിമയെ കൊന്നുള്ളു, അപ്പൊ മുപ്പര ബുദ്ധിക്ക്. അപ്പൊ കള്ള് ഹറാമാം. സലസുലിമ ഈ കള്ളിലെന്ന് കുറിച്ച് ഒന്ന് മുന്തിരി കള്ള്, ഒന്ന് മറ്റേ 3x ഒന്ന് കുറിച്ചിട്ട് ഏതിനാ ബുദ്ധിക്ക് കൂടുതലെന്ന് പറഞ്ഞ് മുപ്പര അനുഭവജ്ഞാനത്തിനനുസരിച്ച് മുപ്പര് പറഞ്ഞും അയ്യോ സ്വീകരിക്കും. ഇന്റെ അനുഭവജ്ഞാനാണോ? അനുഭവം രോഗികൾക്ക് അസുഖം പിന്നെ ഭേദമാകുന്നു. 26-30 ബ്ലീഡിംഗുള്ള സ്ത്രീ ഖുറാൻ ഓതുന്നു, അസുഖം മാറുന്നു. എന്റെ അനുഭവജ്ഞാന എന്റെ ഹദീസ് കൊണ്ടേ കൊണ്ടേ കിട്ടും. അതിന്റെ കാര്യമാണ് ഹദീസ്. ഞാൻ ഇവരുടെ മറുപടി കൊടുക്കാൻ പറ്റും. അതുപോലെ പിന്നെ സുന്നിയും ആൾക്കാരും മറ്റൊക്കെ അമ്മറ്റ് പോകുന്നു, ഹോമം നടത്തി, കേരസ് കെട്ടി, എന്റെ കുട്ടിന്റെ കൈ ഇങ്ങനെയുള്ള കൈ നീർന്നു. എന്റെ അനുഭവജ്ഞാനത്തിനെതിരെ എന്റെ മറുപടികൾ ഹദീസ് കൊണ്ട് പോയി പണിയൊക്കണോ തിരിച്ചിട്ട് തരും. അതുകൊണ്ട് പൊട്ടം നിർവചനം പറഞ്ഞുകൊടുത്ത് കണ്ട ഈ സലസുലിമി നടക്കുന്നത്. എന്ത്? ഖുറാനിനോ വ്യക്തമായ ബുദ്ധിക്കോ അനുഭവജ്ഞാനത്തിനോ എതിരായി വന്ന സ്വീകരിക്കേണ്ടതില്ല. ഇത് ലോക കിതാബും സുന്നത്തും ഇജ്മാവും ഖിയാസും മോമിനിയങ്ങൾക്കുള്ളത്. ശരിയല്ലേ? ഇതൊക്കെ ഇവിടെ നിങ്ങൾ എത്തുക. പോട്ടെ. അടുത്തത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാം, ഇത് ലോകത്ത് ഒരാളും ജിന്ന് ബാധയെ നിഷേധിച്ചിട്ടില്ല. ആരൊഴികെ? മുഅ്തസിലകൾ. ഏതുപോലെ? ഇമാം ജബായി, ഇമാം അബൂബക്കർ റാസിയും ഇമാം ജബായി പോലെയുള്ള മുഅ്തസിലകൾ അല്ലാത്തവരാരും നിഷേധിച്ചിട്ടില്ല. ഫിലിമിന്റെ സോഴ്സ് ഒന്നും തുടങ്ങി സിഗർ നമ്മൾ JPC ഇതിലെന്താ പറഞ്ഞത്? റഷീദുള്ള മാനസിക രോഗവും പിശാചും ഇമാം റഷീദുള്ളനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. പിന്നെ ഇങ്ങനെ ഉദ്ധരിച്ചിട്ട് ഇമാം റഷീദുള്ള ഇവിടെ പറഞ്ഞു, പിശാച് വസ്വാസ് ഉണ്ടാക്കുക എന്നതല്ലാതെ മനുഷ്യന്റെ മേൽ മറ്റൊരു സ്വാധീനവുമില്ല. ഈ സലാസുലമി ഞാൻ ഈ വായിച്ചുകൾക്ക് 30 ഇവിടെ മണവരിയാണെങ്കിൽ ഓരോ പോയി കൊണ്ടതിന് വിശദീകരണം സലാസുലമി തന്നെങ്കിലും ഒന്ന് വിശ്വാസാക്കി തരി, അല്ലെങ്കിൽ ഇത് ലൈഫാന്ന് പറഞ്ഞ് തള്ളിത്തരി, ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കേണ്ടി വരും. പിന്നെ 30 വായിച്ചേൽപ്പിച്ചില്ലേ? അതെ. ജിന്നുകളും പിശാചുകളും ജിന്നുകളും മനുഷ്യന്റെ മേൽ ഇതിന് വേറെയും ഇതിന് പുറമേ കഴിവുണ്ടെന്ന് മനുഷ്യരെ ഉപദ്രവിക്കാൻ അവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുമെന്നത് ദജ്ജാലിന്റെ വാദമാണ്. ഇത് ഡോക്ടർമാർ ചോദിച്ചു. ഞാൻ ഇത് ആണ് എവിടുന്ന് കൊണ്ടത്? ഇമാം റഷീദുള്ള. ഇനി കൊണ്ടതോ റാസി. ഇനി കേട്ടോണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഇമാം റാസി മുഅ്തസിലകളുടെ വാദം ഉദ്ധരിച്ച് അതിന് എതിരായി വരുന്ന വാദങ്ങൾക്ക് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് 100% അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ മനസ്സിലായത്? സലാസുലമി എന്ന് പറഞ്ഞാൽ വ്യക്തമായ മുഅ്തസിലകൾ കൊണ്ട് മനസ്സിലായത്. ഒരിക്കലും അതിന് ഖണ്ഡിക്കുന്നില്ല. പിന്നെയോ ഇമാം ജബായി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മാത്രമല്ല സിഹിറിന്റെ വിഷയത്തിലും അദ്ദേഹം ഇവിടെ തന്നെ എത്തിയത്. ഇത് പ്രത്യേകം കണ്ടോട്ടോ. സിഹിറിന് യാഥാർത്ഥ്യം കൊണ്ട് ഉണ്ടെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരും പറയുന്നുണ്ടല്ലോ എന്നതായിരിക്കും ചിലരുടെ സംശയം. അതിന്റെ നമ്മുടെ സംശയം. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിനും അനുഭവജ്ഞാനത്തിനും മനുഷ്യന്റെ പ്രഥമ ബുദ്ധിക്കും എതിരായി ഹദീസുകൾ വന്നപ്പോൾ സ്വീകരിക്കേണ്ട. ഇപ്പോഴത്തെ അവസ്ഥയിൽ സിഹിറിന്റെ ഹഖീഖത്തുണ്ടെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ഇത് മൂപ്പരെ അംഗീകരിക്കണ്ടേ? പക്ഷെ സത്യം ആരോടെയും ന്യൂനപക്ഷത്തിന്റെ കൂടെ ആയിരിക്കും. അതുപോലെ സത്യം ന്യൂനപക്ഷത്തിന്റെ കൂടെ ആയിരിക്കും. ആരാ ന്യൂനപക്ഷം? വരികയാണ് ഇപ്പൊ സത്യമല്ലോ, ലോകത്തെല്ലാവരും വരും അല്ലേ? അപ്പോ ഈ വ്യക്തമായ മുഅ്തസിലകളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ മുഅ്തസിലാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അത് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. ഇനിയോ പിന്നെ കൊണ്ടുവന്ന് തഫ്സീർ റാസിനെ കുറിച്ച് ഇവിടെ നേരത്തെ വായിച്ചു പിടിച്ചു. പിന്നെ തഫ്സീർ ഇതിനെ കുറിച്ച്
സയ്യിദ് ഖുത്ബിന്റെ തഫ്സീറിനെ കുറിച്ച്. അതുപോലെ തഫ്സീർ പിന്നെ റാസിനെ കുറിച്ച് ഷെയ്ഖ് ഹുദൈറിനോട് ചോദിച്ച് തഫ്സീർ പഴയകാല തഫ്സീർ പുതിയകാല തഫ്സീർ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പഴയകാല തഫ്സീറുകളിലൊക്കെ എന്തിരുന്നു കൂടുതൽ റിവായത്തുകളാണ്, പുതിയ കാല തഫ്സീറിൽ കൂടുതൽ ബുദ്ധിയ. ചില ആളുകൾ തഫ്സീർ എഴുതി 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 അതിൽ തഫ്സീർ അല്ലാത്തതെല്ലാം ഉണ്ട്. ഏതുപോലെ എക്സാമ്പിൾ തഫ്സീർ റാസി, മറ്റൊരു എക്സാമ്പിൾ തഫ്സീർ ജവാഹിർ. ഇത് രണ്ടും നമ്മൾ അമാനുവിന്റെ തഫ്സീറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റഷ്യകളുടെ തഫ്സീറിൽ എന്താന്ന് പറഞ്ഞില്ലേ, അതിൽ പിന്നെ ഏഞ്ചൽ മരക്കൾ എന്ന് പറഞ്ഞ നേച്ചറൽ ഫോഴ്സ്, ഏത് മറ്റേ ഇലക്ട്രിക്കൽ ഫോഴ്സ്, ടെലികമ്മ്യൂണിക്കൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മറ്റേ പരിപാടി കാണിച്ചിരിയാണ് നാട്ടിൽ പറഞ്ഞു വരുന്നത്. ഇതാ ഈ രീതിയിലുള്ളത് തഫ്സീർ അവലംബിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ മനസ്സിൽ കുറെ വസ്തുവാസം കൊടുത്തത് ചിത്താൻ എങ്ങനെയുള്ളൂ, അമ്മയെ ഉപദ്രവിക്കാൻ പറ്റുമോ, ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അതിനാണ് 30 കൊടുത്തത്. ഈ ദിനത്തെ എങ്ങനെ കൊടുക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ. അടുത്ത സിഹർ ഉണ്ടോ? അടുത്ത ചോദ്യം. ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് പറയുന്നുണ്ട് സിഹർ എന്ന സംഗതി ഉണ്ടോ? ഒരു ചില ആൾക്കാരെ അർത്ഥം സിഹറിന് ഹക്കീക്കത്തുണ്ടോ എന്ന ചോദ്യം. അതിനർത്ഥം സിഹർ എന്ന സംഗതി ഉണ്ടോ എന്നാണ് ചോദ്യം. വേറൊന്ന്, ഈ സിഹർ കൊണ്ട് വേറെ ആളെ ഉപദ്രവിക്കാൻ പറ്റുമോ എന്നൊരർത്ഥം. വേറൊന്ന്, ഈ സിഹർ കൊണ്ട് ഇതിപ്പം ഇരുമ്പല് ചെമ്പാക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വർണ്ണാക്കാൻ പറ്റും. ഇങ്ങനെ 3 തരത്തിൽ ഇതിനെ കുറിച്ച് വിശദീകരിച്ചു. എന്നാൽ സിഹറിനെ ഹക്കീക്കത്തുണ്ട്. 3 തരം സിഹറാണ്. ഒന്ന് സിഹർ പിന്നെ ശൈത്താന്മാരെ ഉപയോഗിച്ചുള്ള സിഹർ, ശൈത്താന്മാർ അതിലുണ്ടോ. രണ്ടാമത് ശൈത്താന്മാരില്ല, വെറും ഇല്യൂഷൻ, തോന്നലാണ്. മൂന്നാമത് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പം ഈ അപ്പസോഡയും അരക്കസോഡയും വെള്ളിയും അലുമിനിയം കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കുക, അതൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ശൈത്താന്മാരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിഹർ തഹയ്യുല്. തഹയ്യുൽ എന്താ സാധനം അറിയോ? എളുപ്പം മനസ്സിലാക്കാൻ. ഈ നമ്മൾ ഫിലിം, ആ ഫിലിം ഇങ്ങനെ ഒരു റോള ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിന് 100 ഫിലിംസുകളാണ്. ഈ ഫിലിംസ് കൈ ഇങ്ങനെ പിടിക്കുന്നത്, അടുത്തത് ഇങ്ങനെ പിടിക്കുന്നത്, അടുത്തത് ഇങ്ങനെ പിടിക്കുന്നത്, പിന്നെ ഇങ്ങനെ പിടിക്കുന്നത്. ഇതൊരു പ്രകാശത്തിന്റെ പിൻവെച്ചിട്ട് ഒരൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ എന്തായി കൈകൊണ്ട് അടിക്കുന്നതായിട്ട് തോന്നുന്നു. നമുക്ക് തഹയ്യുലുണ്ടാകുന്ന അവസരത്തിൽ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട്. റിയാലിറ്റിയിൽ അതില്ല. പക്ഷെ അവിടെ നമ്മളെ കണ്ണിന് ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നുന്നത്, കണ്ണിന് അനുഭവപ്പെടുന്നത് എന്താണ് ഇതായിട്ടാണ്. പക്ഷെ അവിടെ തോന്നുന്നത് വെറും ഒരു തോന്നല്. അത് ചിലരിത് ഈ കൈക്കെടുപ്പ് കൊണ്ടൊക്കെ അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാല് കത്തിമേ കയ്യിന് വെട്ടി തോന്നിപ്പോ ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെയൊക്കെ മുള്ളു വെച്ചിട്ടും ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയുക, ഇതൊരു കൈക്കടുപ്പം കൂടി ചെയ്ത് തഹയ്യുലുണ്ട്. മറ്റൊന്ന് മരുന്നുകൾ ഉപയോഗിച്ച്, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഈ 1ാമത്തെ കാറ്റഗറി ശൈത്താന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിഹർ. അതില് 2 തരത്തിൽ. ഒന്ന് സിഹർ ഹഖീഖത്ത്, മറ്റൊന്ന് സിഹർ തക്മീർ. തക്മീർ എന്താണെന്ന് മനസ്സിലാവുമ്പോ ഹഖീഖത്ത് വേഗം മനസ്സിലാവും. തക്മീർ എന്താണെന്ന് വെച്ചാല് ശൈത്താന്മാരെ ഉപയോഗിച്ചിട്ട് ഒരു സംഗതി വേറെ രൂപത്തിലാക്കി പ്രത്യക്ഷപ്പെടും. അത് നിങ്ങൾ കാണുന്ന ആൾക്ക് ആ രീതിയിലാണ് അനുഭവപ്പെടുക. ഏതുപോലെ ഇപ്പൊ പ്രാവിന്റെ തല വെട്ടി കോഴിക്ക് വെച്ചു, എന്നിട്ട് ഇങ്ങനെ മാജിക്മാരെ കാണിക്കുന്നുണ്ടല്ലോ. അതുപോലെ പിന്നെ നോട്ടിങ്ങനെ കത്തിക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു പേപ്പർ വെട്ടിട്ട് നോട്ടാക്കി ടവറിന് മറിച്ചിട്ട് വള്ളി കുട്ടിക്ക് വരിക. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തക്മീറാണ്. അവിടെ അത് നിങ്ങളുടെ കണ്ണിൽ ആ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. ഒരു 100 ആളുണ്ടെങ്കിൽ ആ 100 ആളെ 2 കണ്ണിലും ഇത് തന്നെ അനുഭവപ്പെടും. 1000 ആളുണ്ടെങ്കിൽ 1000 ആളുകൾക്കും അത് അനുഭവപ്പെടും. അവര് ഈ 1000 ആളുകൾ ക്യാമറയിൽ എടുത്താൽ അവര് ക്യാമറയിലെല്ലാം അത് തന്നെ അനുഭവപ്പെടും. അത് കമ്പ്യൂട്ടറിൽ ഇമെയിൽ അയച്ച് യൂട്യൂബിലൊക്കെ ഇട്ടാൽ വീണ്ടും അത് തന്നെ അനുഭവപ്പെടും. ഞാനീ ഇൻ റിയാലിറ്റി അത് ആ പ്രകാശം ഇങ്ങനെയാണ് ഇവിടെ പതിപ്പിക്കപ്പെടുന്നത്. ഇതാണ് പണ്ട് ഒടിയന്മാർ ഉപയോഗിച്ചത്. ഒടിയന്മാരെ സ്വയം ഈ പരിപാടി ചെയ്യും. എന്നിട്ട് അവര് വല്ല മൃഗത്തിന്റെ രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിൽ അങ്ങനെ പോകും. ഇങ്ങനെ പോണ പോകുമ്പോൾ ചേക്ക് തോന്നുന്ന ഇത് കാളയാണ്, അല്ലെങ്കിൽ കുതിരന്റെ മുമ്പിലിട്ട് ഞാൻ ഇങ്ങനെ ഓടി മാറി. സിഹർ തക്മീർ. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഫിറഔന്റെ ആൾക്കാർ ഉപയോഗിച്ച് മൂസാ നബിയെ വെല്ലുവിളിച്ചുകൊണ്ട് കയറുകളും വടികളും പാമ്പായി പിന്നെ എഴയുന്നതായിട്ട് മൂസയുടെ കണ്ണിൽ അനുഭവപ്പെട്ടു. എന്റെ വാഹനമല്ല, ഷെയ്ഖ് ബിരിവാസ് വിശദീകരിച്ചുകൊണ്ട് മാത്രം ചേർത്തുള്ളത്. പിന്നെ സിഹർ ഹഖീഖത്തുള്ള സിഹർ അതെന്താ? ശൈത്താന്മാരെ അങ്ങനെ വിട്ടിട്ട് ഒരാളെ ശരീരത്തിൽ കയറ്റിയിട്ടോ കയറ്റാതെയോ അയാളെ ഉപദ്രവിക്കുന്ന പണി. ശരീരത്തിൽ കയറ്റിയാൽ കണ്ണ് കാഴ്ചയുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് പറയും ഡോക്ടേഴ്സ്. ചിലപ്പോൾ പച്ചയായി തോന്നും, ചുവപ്പായിരിക്കും, പക്ഷേ പച്ചയായി തോന്നാം. ഇത് കൊല്ലാൻ സിഹറിലൊക്കെ ഇങ്ങനെയാ സംഭവിക്കുക. സിഗരറ്റ് എല്ലാവരും വണ്ടികളും വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചയായി തോന്നുമ്പോൾ വണ്ടി ഇടി വന്ന് ഇടിച്ചു പോയി. അതുപോലെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ടാവും, വില കണ്ണില് അടക്കാത്ത രൂപത്തിലെ പ്രത്യക്ഷപ്പെടും. അത് ചിന്തനാക്കും, അപ്പൊ ചെല്ലും, വണ്ടി ഇടിച്ചു ചാവും. ഇങ്ങനെ
ശൈത്താന്മാരെ ഒരാളെ ശരീരത്തിൽ കയറ്റിയിട്ടോ കയറ്റാതെ ഉപദ്രവിക്കാം. അപ്പൊ റസൂലിന്റെ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ചില പടവിലേക്ക് അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ ചിഹ്നം കയറിയെന്നാണോ നീ പറയുന്നത്? കയറിക്കൊള്ളുന്നില്ല. കയറാതെ ഉപദ്രവിക്കാം, കയറാതെ നമ്മുടെ കൂടെ വന്നുകൊണ്ട് ഉപദ്രവിക്കാം. അപ്പൊ പല ആൾക്കാരുണ്ട് ഞാൻ പോണം പിന്നെ ഞാനെ വിളിക്കുക തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ ഇതൊക്കെ ശൈത്താന്മാരെ ഉണ്ടാക്കുന്ന ഒരുപാട് ഉപദ്രവങ്ങൾ. അപ്പൊ ഇതാണ് തെക്കുമീർ. ഈ തെക്കുമീർ വരാത്ത നമ്മളെ CM ആലുവ മൗലവിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രശ്നമുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനെ സാമ്പിളുകൾ കാണിച്ചത്. ഇത് നിഷേധിക്കുക വഴി നമ്മൾ കുഫുറിലാണെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. അതിന് കാണിച്ചില്ല. ഈ പ്രാവിനെ കഴുത്ത് അറുത്തിട്ട് വീണ്ടും കഴുത്ത് അറുത്തന്നെ വെച്ചായിട്ട് ഇയാള് മാജിക് കളിക്കുക, ഞാൻ ഈ സിഗർ കളിക്കുക. കഴുത്ത് അറുത്തു, അത് വീണ്ടും വെച്ച് അതിനെ വിട്ടു. അത് ഓടിപ്പോകും. ഇതെന്താ സാധനം? ഇത്